നിർമ്മലമായ തിരുവെഴുത്തും യേശുക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ എളിയവന് കൃപാലുവായ ദൈവം ഒരവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന യോഗ പരമ്പരകളിൽ ഇന്നും നാളെയും മറ്റന്നാളും വചനപ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ന്യൂ ഹാർവസ്റ്റ് ദൈവസഭ, നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ സെൽവരാജ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഈ രാത്രി കേൾക്കുമ്പോൾ തീരുമാനിച്ച ഒരു കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയാണ് ഈ രാത്രി. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഇവിടെ ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരിപ്പുണ്ട്. കുട്ടറയിൽ നിന്ന് ബഹുമാനപ്പെട്ട മനോഹരൻ ബ്രദർ, വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തൃദാസൻ, പിരിവായിട്ടെല്ലാം എനിക്ക് ഏറ്റവും നല്ല പരിചയമുണ്ട്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസൻ, നല്ല ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങൾ, ഇതിനകത്ത് തന്നെ അനവധി ദൈവത്തിൻ്റെ ഭക്തന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സുവിശേഷൻ സൂരാജ്, അതോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പ്രിനു അരുമാനൂർ, അതുപോലെ വിദ്യ, അത് കഴിഞ്ഞ് കീബോർഡ് വായിക്കുന്ന പ്രതിൻ, അതുപോലെ തന്നെ പേട് പുഷ്പരാജ്, ഇവരെല്ലാം പതിറ്റാണ്ടുകളായി കർത്താവിൻ്റെ വേലയിൽ എന്നോടൊപ്പമുള്ള ദൈവ കുഞ്ഞുങ്ങളാണ്. ഈ രാത്രിയും ഞങ്ങൾക്കൊരുമിച്ച് ഒരു ദിനം കൂടി മഹത്വവാനായ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സെൽവരാജ് പാസ്റ്ററും ഇവിടെ ചെറിയ ചർച്ചിൽ വന്ന് പല പ്രാവശ്യവും ഞാൻ പ്രസംഗിച്ച് പോയിട്ടുള്ളതാ. ഇവിടുന്ന് ചായയും വെള്ളമൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുള്ളതാ. കൃപയാൽ കഴിഞ്ഞ വർഷവും ഒരു യോഗം വച്ചു. കൃപയാൽ ഈ വർഷം എളിയവനായവന് ഈ ഗുരുതങ്കോട് വരുവാനും പ്രസംഗിപ്പാനും ഇടയായി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ആ ചർച്ചിനെ നടത്തട്ടെ. ഞാനും ഒരിക്കൽ കൂടി ഇവിടെ വന്നപ്പോഴ കാര്യങ്ങളെല്ലാം പിടിയായി. വർഷങ്ങൾക്ക് മുമ്പാണ് ഇതെല്ലാം സംഭവിച്ചത്. എങ്കിലും ആ കാലത്തെ വളരുമാറാക്കുന്ന ദൈവം അതിൻ്റെ കൂടെ ഉള്ളതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. രാത്രിയും നാളെ രാത്രിയും അടുത്ത രാത്രിയും യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എന്നൊരു ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്ന് രാത്രി മത്തായി സുവിശേഷവും, നാളെ രാത്രി ആമോസിൻ്റെ പ്രവചനവും, അവസാന രാത്രി സക്കറിയ പ്രവചനവുമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ കോവിഡാനന്തര ലോകത്തിൽ 2 യുദ്ധങ്ങൾ ഒരേ സമയം ശക്തമായ സംഘടന നടക്കുന്നു. അപ്പോൾ തന്നെ റഷ്യയും ഉക്രൈനും അടുത്ത സംഘടനവും നടക്കുന്നു. ഈ കാര്യങ്ങൾ അന്തിമ ദിനത്തിൽ എവിടെ എത്തും എന്നതിനെ ആസ്പദമായിരിക്കും ഈ പ്രഭാഷണങ്ങൾ. വെളിപ്പാട് പുസ്തകമോ മറ്റു പുസ്തകങ്ങളൊന്നുമല്ല, എല്ലാം പ്രവചന പുസ്തകങ്ങളായിരിക്കും പ്രതിപാദിക്കുന്നത്. അന്ത്യകാല സംഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എന്നൊരു ഭാഗമായിരിക്കും. ഇന്ന് രാത്രി 10ഓളം വാക്യങ്ങൾ വായിക്കും. 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇടവേളയിൽ ഞാൻ നിർത്തും. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടും. അതിനുശേഷം ഒരു 15 മിനിറ്റോടെ വചനം പറയും. 9:30 ശേഷമായിരിക്കും അവസാനിക്കുന്നത്. പലരും നേരത്തെ പോകാൻ വന്ന് കാണും. അങ്ങനെ നിങ്ങൾ നേരത്തെ പോകാൻ വരരുത്. ഒരു കാലത്ത് നമുക്ക് 2.5 വർഷത്തോളം യോഗം ഇല്ലാതിരുന്നു. കോവിഡിൻ്റെ മറവിൽ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ജനത്തിൽ ഉറച്ച് നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് തലേക്കോണത്തെ ദൈവമക്കളെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ടൊരു കൺവെൻഷൻ ക്രമീകരിച്ചത് പണത്തിൻ്റെ മഹത്വമോ ദൈവസഭയുടെ വലിയ പദ്ധതിയൊന്നുമല്ല. ദേശത്തിനോട് ദൈവത്തിൻ്റെ കടപ്പാടും ദൈവത്തിൻ്റെ സ്നേഹവുമാണ് ഒരു കൺവെൻഷൻ. ദേശമേ യഹോവയുടെ വചനം കേൾക്കുക. 50 ലക്ഷം കൈവച്ചാലും ചിലപ്പം കൺവെൻഷൻ നടത്താൻ പറ്റത്തില്ല. എന്നാൽ തുച്ഛമായ ചില്ലറകളുണ്ടെങ്കിലും ദൈവ ധരിക്കും. അതിൻ്റെ പ്രത്യേകത, ചിലരും കൂടെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാകട്ടെ. നമ്മുടെ ചില കസേരകൾ ഇവിടെ ഒഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം. ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ എതിരല്ല. ഞങ്ങളുടെ ആഗ്രഹം കുരുതങ്കോടും പ്ലാവൂരും തലേക്കോണത്തുമുള്ള എല്ലാ കുഞ്ഞുങ്ങളും
കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ദേശം സമാധാനം കാക്കണം. അതിനുവേണ്ടി ദൈവം ക്രമീകരിച്ച പദ്ധതിയാ ഈ സുവിശേഷ മഹായോഗങ്ങൾ. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി മുതൽ നമ്മൾക്ക് തിരുവചന പഠനത്തിലേക്കും ചിന്തയിലേക്കും കടക്കാം. ശ്രദ്ധയോടെ ആയിരിക്കണം. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 145 കടത്തിവിട്ടിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നാളെ ലോകത്തിൽ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. അമേരിക്കയിൽ വലിയ വിഷയങ്ങൾ, കാനഡയിൽ കത്തിക്കുത്തും മയക്കുമരുന്ന്, ബ്രിട്ടനിൽ വന്നാൽ ജനം റോഡിനകത്ത് കലാപം, പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഗാസ 1 മാസവും 10 ദിവസവും കഴിഞ്ഞു. ഇപ്പുറത്ത് റഷ്യ ഉക്രൈൻ ഏകദേശം 1 മാസവും 1 വർഷവും 9, 21 മാസം കഴിഞ്ഞു. സ്വസ്ഥതയില്ലാത്ത പട്ടണങ്ങളും സമാധാനമില്ലാത്ത നഗരങ്ങളും കാലാവസ്ഥയുടെ വ്യതിയാനം സ്വസ്ഥതയില്ല. രാജാക്കന്മാർക്കോ മന്ത്രിമാർക്കോ ദേശാധിപതികൾക്കോ ഭരണകൂടങ്ങളിലിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും രാത്രിയിൽ ഉറക്കം പോലുമില്ല. അല്പമെങ്കിലും രാത്രിയിൽ ഒന്ന് മയങ്ങി സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നത് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി 2019 ഒക്ടോബർ മാസം വുഹാനിലെ ലാബിൽ നിന്ന് 1 ഗ്രാം വൈറസ് ഇറങ്ങി. അതിൻ്റെ പേര് നോവൽ കൊറോണ. അതിൻ്റെ 7ാമത്തെ വകഭേദം ഒമിക്രോണ. അത് കഴിഞ്ഞപ്പോൾ സ്പെയിൻ കോവിഡ് ഒരു സാധാരണ സംഭവമല്ല. യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തികൾ. ഓരോ 100 വർഷവും ഒരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിക്കും. 1800 ഒരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു. അതിൻ്റെ പേരാ പ്ലേഗ്. മനുഷ്യകുലത്തെ മുച്ചൂടും മുടിച്ച് ആയിരങ്ങളെ കൊന്നുകളഞ്ഞൊരു മഹാവ്യാധിയായി പ്ലേഗ് ഇവിടെ ആഞ്ഞടിച്ചു. അതിനുശേഷം 1917 3 സംഭവങ്ങൾ ഇവിടെ നടന്നു. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ സംഭവമായി ആദ്യമായിട്ടാ കമ്മ്യൂണിസ്റ്റ് ഭരണം റഷ്യയിൽ വരുന്നത്. യഹൂദനായ കാറൽ മാർക്സിന്റെ തത്വസംഹിതകൾ ഏറ്റെടുത്തുകൊണ്ട് റഷ്യയിലെ തെരുവീതിയിൽ മോസ്കോയിൽ തൊഴിലാളി സമൂഹം കാറൽ മാർക്സിന്റെയും ഏംഗൽസിന്റെ മുദ്രാവാക്യം ഏറ്റുപാടി സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ. അതിനാസ്പദമായ റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം 1917 വരുന്നത്. അപ്പോൾ തന്നെ മൂന്നാമത്തെ സംഭവം, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മുഴുവൻ ചെതറിയിട്ട് ആദ്യമായി അവർ മടങ്ങി വരുന്നത് 1917 നവംബർ 11 രാത്രി 11 അതായത് ടെലിവിഷൻ ചാനലുകളും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസർമാരെല്ലാം പറയും ആർതർ ബാൽഫോർഡ് വിളംബരം. ആദ്യമായി തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ നിന്ന് യഹൂദ ശാസ്ത്രജ്ഞനായ ജിയാം വൈസ്മാൻ ഒരത്തിച്ചെടിയാകുന്ന ഇസ്രയേൽ കുഴിച്ചു വെക്കുന്നത് 1917. കർത്താവിന്റെ വരവിന്റെ 3 ലക്ഷണങ്ങൾ: 1 ഒരു മഹാവ്യാധി, 2 യഹൂദൻ മടങ്ങി വരുന്നു. കോവിഡ് എന്ന മഹാവ്യാധി ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങി. ഇത് ഒരു സാധാരണ സംഭവമല്ല. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണമാ ലോകാന്ത്യ സംഭവങ്ങൾ മത്തായി 24 ഒലിവുമല പ്രഭാഷണം. ഈ രാത്രി ചിന്തിക്കും. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, അതിൻ്റെ പ്രത്യേകതയിൽ യേശു പറഞ്ഞൊരു വാക്കിൻ്റെ നിവർത്തിയായത് മത്തായി 24-21. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിലുണ്ട്. മനുഷ്യന്റെ കണ്ണിന് മുൻപിൽ കാണാത്ത ഒരു മഹാവ്യാധി വരും. അത് ലോകത്തിന്റെ അന്ത്യദിനത്തിലേക്ക്. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ചില സംഭവങ്ങൾ ലോകത്തിൽ ആരംഭിച്ചു. 30ഓളം കാര്യങ്ങൾ, പ്രവചന സൂക്തങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയും അനവധി നടക്കാനുണ്ട്. അതിനാസ്പദമായി ട്രെയിൻ വരുന്നതിന് മുമ്പിട്ട് അനൗൺസ്മെന്റ്, ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ 3 സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ രാത്രി തിരുവചനത്തിലേക്ക് കടക്കാം. പഴയ കാലം നിങ്ങൾക്കറിയാം. ഈ വഴിത്താര എനിക്ക് നല്ല പരിചയം. കാട്ടാക്കടയും പ്ലാവൂരും മണ്ഡപത്തിൻ കടവും ഒറ്റശേഖരമംഗലമൊക്കെ പഴയത്. രാത്രിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ 2-3 ബൈക്കോ
അല്ലെങ്കിൽ തടിലോറിയൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. ഇന്ന് രാത്രി 12 മണിക്ക് നിങ്ങൾ കാട്ടാക്കട നിന്നാലും അല്ലെങ്കിൽ ആമച്ചലോ പ്ലാവൂരിൽ നിന്നാലും എത്രയോ കാറുകളും വണ്ടികളും പോകുന്നു. ഈ മനുഷ്യൻ എവിടെ പോകുന്ന ആർക്കും അറിയത്തില്ല. സ്വോത്രം. ഇത്രയധികം വാഹനങ്ങൾ റോഡിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. ആകാശത്തിനാണ് വിമാനങ്ങൾ കയറിയിറങ്ങുന്നു. അതുപോലെ ഇന്ത്യയിലെ എത്ര എയർപോർട്ടുകൾ. അമേരിക്കയിലെ ഏറ്റവും വലിയ എയർപോർട്ട് അറ്റ്ലാന്റയിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. 12 റൺവേ. 1 മിനിറ്റിൽ 2 മിനിറ്റിൽ ഒരു വിമാനം ഇറങ്ങും, പോകും. ഒരു ദിവസം 2000 വിമാനങ്ങൾ യാത്രയാകുന്നു. മനുഷ്യൻ എവിടേക്ക് പോകുന്നു? ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആദിമകാലത്ത് ഒരു ട്രെയിൻ പോയാൽ പിന്നെ സഹോദരിമാർ പാളത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം 40 മിനിറ്റ് സമയമില്ല, പാളം നോക്കാനും സമയമില്ല. കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ അടുത്ത ട്രെയിൻ തയ്യാർ. കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. ഇങ്ങനെ നിൽക്കുക അടുത്ത ട്രെയിൻ. എന്തോ ഒരു കാലം. ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ എക്സ്പ്രസ്, വന്ദേ ഭാരത്, ഇതെല്ലാം 5-6 സ്റ്റോപ്പ്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് വിട്ടാൽ കാസർഗോഡ് വരെ എത്താൻ 6 സ്റ്റോപ്പുള്ള മിന്നൽ ബസ്സുകൾ നിരത്ത് കൈയടക്കുന്നു. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നഹൂം പ്രവാചകൻ രേഖപ്പെടുത്തിയ ഒരു ഭാഗമായത്. നഹൂം ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. വഴിയിൽ സ്കൂട്ടറുകൾ, വാഹനങ്ങൾ തീപ്പന്തങ്ങൾ പോലെ അത് കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. മിന്നൽ ബസ്, ബുള്ളറ്റ് ട്രെയിൻ, ഇതെല്ലാം അന്തിമദിനങ്ങൾ നിരത്തിനെ കൈയടക്കും. ഇന്ന് രാത്രി 2023 നവംബർ മാസം നാം ആയിരിക്കുന്നു. ഒരു 50 ദിവസം കഴിഞ്ഞാൽ ഒരു പുതുവർഷം. പക്ഷേ ഈ കോവിഡാനന്തര ഇന്ത്യ കണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലെ അതിനിവിടെ വീഡിയോ ഒക്കെ എടുക്കത്തോളെ. അവൻ്റെ പേരാ വിക്രം ലാൻഡർ. അവനെന്ന് ചന്ദ്രനിൽ ചെന്നിട്ട് പടം അയച്ചുകൊണ്ടിരിക്കുന്നു ISROയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത് 15 കോടി കിലോമീറ്റർ ദൂരമുള്ള സൂര്യനിലേക്ക് ഒരുവൻ പോയി കഴിഞ്ഞു, ആദിത്യ. അത് 110 കിലോമീറ്റർ മധ്യാകാശത്തിൽ കയറിയിട്ട് തൽക്കാലം കളിക്കാവിള ബസ്, നാഗർകോവിലിൽ പോകുന്ന കളിക്കാവിള ബസ് നെയ്യാറ്റിങ്ങരായിട്ട് ചായ കുടിക്കുന്നപോലെ അവൻ അവിടെ ഇരിക്കുന്നു. അവിടുന്ന് പടം എടുത്തതിന് ശേഷം വീണ്ടും പോകാൻ പോകുന്നു. അപ്പോൾ തന്നെ 2025 മനുഷ്യൻ ഗ്രേഡിൽ കത്തിപ്പടിക്കുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ യാത്രയാകുന്നു. പൂജപ്പുരക്കാരൻ ചെറുപ്പക്കാരൻ തയ്യാറാകുന്നു. രാകേഷ് പാലക്കാടുകാർ ലേഖയും ശ്രദ്ധയും ചൊവ്വയിലേക്ക് പോകാൻ പോകുന്നു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ബാംഗ്ലൂർ ISRO ചെന്ന് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശൂന്യാകാശത്തിൽ ഒരു പേടകം നമുക്ക് പണിയണം. ഇടയ്ക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കാൻ കാട്ടാക്കട തട്ടുകട തുടങ്ങുന്നത് പോലെ ശൂന്യാകാശത്തിൽ പേടകം പണിയാൻ പോകുന്ന ഇന്ത്യ. ബൈബിളിനകത്ത് വാക്യമാ, അന്ത്യകാലം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമവും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇവിടെ കോവിഡെല്ലാം അസ്തമിച്ചു. RT-PCR ആൻറ്റിജനും ഒക്കെ ഇവിടെ അവസാനിച്ചു. നമ്മുടെ കയ്യിലിരുന്ന മാസ്ക് എല്ലാം പലരും എടുത്ത് ദൂരെയും കളഞ്ഞു. സാനിറ്റൈസറാന്നേ പോകാൻ എല്ലാ രാജ്യങ്ങളിലും അല്ല, ചില പ്രത്യേക രാജ്യത്ത് പോകാൻ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ അവിടെ എമിഗ്രേഷനിലിരിക്കുന്ന CI ഇങ്ങനെ ചോദിക്കും. സർക്കിൾ ഇൻസ്പെക്ടർമാർ അവിടെ ഇരിക്കുന്നത്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അത് അക്ഷയയിലെങ്ങാനും കൊണ്ട് പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മുടെ കൈ സർട്ടിഫിക്കറ്റും കാർഡും അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ആ ഫ്രണ്ട് പേജും നമ്പരും ബാർകോഡും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ അടിക്കുമ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തും. നാം വാക്സിനേറ്റ് എടുത്ത അപ്പോഴാ ഒരു പച്ച ഗേറ്റ് തുറക്കും. നമുക്ക് യാത്ര ചെയ്യാം. കോവിഡ് മാറി, ആൻറ്റിജൻ മാറി, ഇൻഫ്രാറെഡ് മീറ്റർ മാറി, ഇതെല്ലാം മാറി. ചില രാജ്യങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോഴും ബാർകോഡും വാക്സിനേറ്റഡ് നമ്പരും. ഇത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാ. മനുഷ്യന് യാത്ര ചെയ്യണമെങ്കിൽ ഇനി വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അല്ല, വരാൻ പോകുന്നു കൈമയിലും നെറ്റിമയിലും മുദ്ര. അത് ബാർകോഡുമായി പിൻ ചെയ്യുമ്പോൾ ലൈറ്റ് തെളിഞ്ഞെങ്കിലേ മനുഷ്യൻ
രണ്ട് മുദ്ര നമ്മുടെ കരങ്ങളിൽ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്നൊരു പാസ്പോർട്ടിനകത്തെ ബാർകോഡ് ഒരു 4G സാറ്റലൈറ്റുമായിട്ട് മോണിറ്റർ ചെയ്ത് മനുഷ്യനെ കടത്തിവിടുന്നെങ്കിൽ സകല മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഇന്റർനെറ്റായി ChatGPT വന്നുകൊണ്ട് വാക്സിൻ എടുത്തവർക്ക് മാത്രം മുദ്രയേറ്റവർക്ക് കടക്കുന്ന ഒരു കാലം വരാറായി. വെളിപ്പാട് 13, 16, 17, 18. അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേര് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ. വരാൻ പോകുന്നു നമ്പർ 666. ഇന്ന് രാത്രി ഒരു മുദ്രയ്ക്ക് വേണ്ടി ലോകം കാക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി തലേക്കോണത്ത് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ദൈവമക്കളെ, 2 മുദ്ര നമ്മുടെ കരങ്ങളിൽ വെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എതിർ ക്രിസ്തുവിന്റെ മുദ്ര നമ്മുടെ കരങ്ങൾ വെളിപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ പരിസമാപ്തിയിൽ ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ ചക്രം ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഇന്ന് രാത്രി ക്രമാനുഗതമായി നിങ്ങളുടെ ബൈബിളിലും അതുപോലെ മീഡിയയിലും ഓൺലൈനിലും കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാക നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിനകത്ത് യേശു ക്രിസ്തുവിനെ പറ്റി 5 കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. 1 അവൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 അവൻ്റെ മരണം, 4 അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് കഴിഞ്ഞിട്ട് 5-മതൊരു കാര്യം വിശുദ്ധ ബൈബിളിലുണ്ട്, അധികം ആരും പറയാറില്ല. അതിൻ്റെ പേര് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സ്തോത്രം. അതോടുകൂടി ആ പരിസമാപ്തി അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ രാത്രി വചനപ്രഭാഷണം. ഇന്ന് രാത്രി മത്തായി സുവിശേഷം എടുത്ത് വായിച്ചു. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ. ബൈബിൾ 1189 അധ്യായങ്ങൾ. അതിനകത്ത് പുതിയ നിയമം 260 അധ്യായങ്ങൾ, 5 ഭാഗങ്ങൾ. 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5 പ്രവചന ഭാഗം, വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി AD 30 കാൽവറിയിലെ ക്രൂശീകരണം, AD 37 കാലഘട്ടത്തിൽ മത്തായി എന്ന എഴുത്തുകാരനിൽ കൂടി എഴുതപ്പെട്ടതാ മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ. മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകത 5 ഭാഗങ്ങൾ ഇതിനെ കാണുന്നു. 1 ബേഥലഹേം, 2 നസറേത്ത്, ഏറ്റവും നിദാനമായി കാണുന്ന ഗലീല. 5 ഭാഗങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. 5 കഥാപാത്രങ്ങൾ ഇതിനകത്ത് വ്യക്തമായി വരച്ച് കാണിക്കുന്നു. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, 2 യേശുവിൻ്റെ അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹെരോദാവ്, 5 പീലാത്തോസ്. ഇവരെ കാണിക്കുന്നു. അധ്യായം യേശു ക്രിസ്തുവിൻ്റെ 1 വംശാവലിയെ കാണിക്കുന്നു. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി അതിനകത്ത് കാണിക്കുന്നു. അധ്യായം 2 വരുമ്പോൾ മാനവകുലത്തിൻ്റെ അവൻ ബേത്ലഹേമിൽ ജനിക്കുന്ന കാര്യമാ അധ്യായം 2. അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞാട് ഇവിടെ അറുക്കപ്പെടണമോ? ശ്രദ്ധയോടെ ബൈബിളിനകത്ത് നിങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട്, എവിടെ ആടിൻ്റെ പരമയാക കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അവന് വേണ്ടി ഹല്ലേലൂയ സ്വർഗം പദ്ധതികൾ ഒരുക്കി. ഏകദേശം 100-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ഇസഹാക്ക് വീട്ടിനകത്ത് വളരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന, ഈ കുഞ്ഞിനെ എവിടെ മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി ഹോമയാ അപ്പൻ ഈ കുഞ്ഞുമായി യാത്രയായി വീട്ടിനകത്ത് ഇറങ്ങുമ്പോൾ വിറകും കത്തിയുമുണ്ട്. കുഞ്ഞ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ വിഷമിക്കേണ്ട, യഹോവ കരുതിക്കൊള്ളു. 3 ദിവസത്തെ വഴിദൂരമായി മോറിയ ദേശത്തുള്ള മലയിലെത്തി. ഈ കുഞ്ഞുമായി അബ്രഹാം അവിടെ ചെന്നു. കുഞ്ഞിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് വിറകിൻ്റെ കെട്ടിനകത്ത് അടത്തിയിട്ട് അവസാനമായി കുഞ്ഞിനെ കൊല്ലുവാൻ വാള് എടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, ഹല്ലേലൂയ, ബാലകന്റെ മേൽ കൈവക്ക
കരുതിക്കൊള്ളുമെന്നൊരു പിതാവ് പറഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിൻ്റെ കരം അവനെ തേടിയെത്തി. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? എൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, ഞാൻ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അത്ഭുതത്തിൻ്റെ വഴി തുറക്കുക ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കും, ഒരു വഴി നിനക്കെതിരെ രോഗക്കെട്ടുകൾ ആഞ്ഞടിക്കും, നിന്റെ പടക് മുങ്ങുമെന്ന് ലോകക്കാർ പറയും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, മോറിയായുടെ ദൈവം അനുവദിക്കത്തില്ല, തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിന് നേരെ ഈശാനുമൂലൻ ആഞ്ഞടിക്കും, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും, ഹല്ലേലൂയ, തിരമാലകൾ ആഞ്ഞടിക്കും. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി നിന്നെ കരം പിടിച്ചുയർത്തുവാൻ അമരക്കാരനായി നടുവിൽ നിന്റെ നാഥൻ കൂടെയുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പറയണ കുരുതകോടി ഞാൻ തളരുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല, പതറുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല, എൻ്റെ കുടുംബമില്ലായ്മ ചെയ്യുവാൻ ദുഷ്ട പിശാച് കൈവെക്കുവാൻ എൻ്റെ ഘടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയവൻ, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്നവൻ, ഇന്ന് രാത്രി മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ കൂട്ടിവച്ചിരിക്കുന്ന ദൈവം, അതുപോലെ സോംപൂർണ്ണ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ കൂട്ടിവെച്ച ദൈവം, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും തലേ കോണത്ത് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ, നിന്റെ കുഞ്ഞിനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാൽ, ഏതൊക്കെ ഈ സഖാക്കിന് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിന്റെ കരം ഈ കൺവെൻഷനിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകും, കുന്നുകൾ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി കുരുതങ്കോട് നിന്നെ വിളിച്ച സഹോദര സഹോദരി, അവന്റെ ദയ നിന്നെ വിട്ടുപോകയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു വഴി രോഗക്കെട്ട് നിനക്കെതിരെ ആഞ്ഞടിക്കും, ഒരു വഴി ഭാരങ്ങൾ നിനക്കെതിരെ ആഞ്ഞടിക്കും, എന്നാൽ മറുവഴിയിൽ കൂടി ഒരു വിടുതൽ തരുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? തന്റെ പ്രിയ പൈതലുമായി അബ്രഹാം മോറിയ ദേശത്തേക്ക് തങ്ങളുടെ പ്രഥമ രാത്രി പറയണ എൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ പടക് തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു വശത്ത് കാറ്റടിക്കട്ടെ, പെരുങ്കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, ഈശാനുമൂലൻ ആഞ്ഞടിക്കട്ടെ, എന്നാൽ അതിൻ്റെ നടുവിൽ മറുകരയിൽ കൂടി ഒരു വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല, ഒരു കുഞ്ഞിന് വേണ്ടി ഒരാട്ടിൻകുട്ടി, രണ്ട് ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് കിടക്കുന്നു. കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ ഏൽക്കുന്ന പുറപ്പാട് 13:9 അന്ന് സ്വർഗം ആ പെസഹായിൽ പറഞ്ഞു, ആയിരക്കണക്കിന് ആടുകളെ ഇറക്കുക, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ചു. അതിനുശേഷം ആഴമേറിയ ചെങ്കടൽ കടന്നു. ഒന്ന്, ഒരു കുഞ്ഞിന് വേണ്ടി ആടറക്കപ്പെട്ടു. രണ്ട്, ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ആടുകളെ അറുത്തു. മൂന്ന്, ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അതിൻ്റെ പ്രത്യേകത ഇത് മാത്രമേ ഉള്ളായിരുന്നു. 1,82,000 ആടുകളെ അറുത്തുകൊണ്ട് പുരോഹിതന്മാർ വിളിച്ചൊരു കാര്യം, അവൻ നല്ലവനല്ലോ. ഒരു പൈതൽ, രണ്ട്, ഒരു കൂട്ടം ജനം, മൂന്ന്, ദൈവാലയത്തിന് ആടുകളെ അറുത്തു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി പാപാന്തകാരത്തിൽ രോഗവും ദുഃഖവും പകയും പിണക്കവും കോപവും നൊന്തുപക്ഷയുമെല്ലാം ആഞ്ഞടിച്ചപ്പോൾ, മനുഷ്യൻ ദൈവസന്ധി വിട്ടുപോയപ്പോൾ പാപപരിഹാരത്തിന് വേണ്ടി കുറുപ്രാവിനെ, ആടിനെ അറക്കാൻ തുടങ്ങി. എന്നും ഈ ഊനമൃഗങ്ങളുടെ ഹല്ലേലൂയ രക്തം വീണപ്പോൾ സ്വർഗം പറഞ്ഞു, എന്നും ഈ രക്തം വീഴേണ്ട സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയും ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി രക്തസാക്ഷി സിന്ദാബാദ്, രക്തസാക്ഷി മരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ചെമ്പൂരിലോ വെള്ളറടയിലോ BJPയുടെ ശിബിരം നടക്കുമ്പോൾ ചെറുപ്പക്കാർ പറയും, BJPക്കാർ വിളിക്കും, ബലിദാനികൾ സിന്ദാബാദ്, ബലിദാനികൾ സിന്ദാബാദ്. അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. അങ്ങനെ ഒരു രക്തത്തെയായി ഈ ദിനങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതിനുവേണ്ടി ഉലകത്തിലേക്ക് വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, CSIയുടെ പാപമല്ല,
ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ആ കുഞ്ഞാടിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. തീർന്നില്ല, ഞാൻ തന്നെ പുനരുത്ഥാനം. ഇന്ന് രാത്രി കുരുതങ്കോട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ടാണ് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ തിങ്കളാഴ്ച രാത്രി നിങ്ങൾ വന്നത്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യപകുതിയായി ബേത്ലഹേമിൽ അവൻ പൂജാതനായി. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളർന്നു. 30-ാമത്തെ തിരുവയസ്സിൽ എൻ്റെ നാഥൻ യോർദാനിലെ കലക്കവെള്ളം വേണ്ടി നാഥൻ കടന്നു വരുന്നു. ആ ഭാഗമാ മത്തായി 21. അതിനകത്ത് ഏറ്റവും നിർണായകമായ പ്രത്യേകത, മത്തായി 21 വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തുന്നു. ക്രൂശീകരണത്തിന് തൊട്ടുമുമ്പുള്ള ഓശാന പെരുന്നാൾ ആചരിക്കുവാൻ വേണ്ടി ഒലിവുമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയും അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ഇതൊരു വചനത്തിന്റെ നിവർത്തിയാ. യേശു ജനിക്കുന്നതിന് 550 കൊല്ലം, ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് സക്കറിയാവ് ആനന്ദിക്കുക. യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക, സിയോൻ എൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരും. ഈ വനാന്തരത്തിൻ്റെ പ്രത്യേകത ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾ ആദ്യ രാത്രി കേൾക്കണം. വനത്തിനകത്ത് ഒരു കഴുതയും കുട്ടിയും കിടപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ? 5 കാര്യങ്ങൾ കഴുതയുടെ പിൻപിൽ. 1, ഭർത്താവ് മരിച്ചതായിരിക്കാം. 2, ഡൈവോഴ്സ് ആയിരിക്കാം. 3, വനത്തിനകത്ത് ബന്ധിച്ചു വെച്ചിരിക്കുക. 4, ഇത് പുറത്തു വരത്തില്ലെന്ന് ലോകം പറഞ്ഞു. 5-ാമത്തെ കാര്യം, മുൻപിൽ മരണം ബാക്കി നിൽക്കുകയാണ്. ഇന്ന് രാത്രി വരുവാനുള്ളവന്റെ കരം ഏത് കാട്ടിനകത്ത് ഇറങ്ങി വന്നാലും എല്ലാ കാലവും നീ കാട്ടിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കഴുതയെ കുട്ടിയെ നിന്നെപ്പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ തലമുറയെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദാസന്മാർ അകത്ത് വന്നാൽ നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ, ബന്ധനങ്ങളെ തകർത്ത് പുറത്തു കൊണ്ടുവരുക. കാട്ടിനകത്ത് കഴുതയുടെ കണ്ണുനീരിൻ്റെ അകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളിൽ ആദ്യ രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ അതിൻ്റെ നടുവിൽ നിന്റെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 5 പ്രതികൂലം നിന്റെ കുടുംബജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ 5 അനുകൂലമായ മറുപടി തരുക. ഇന്ന് രാത്രി വിശ്വസനായ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ ദാസന്മാർ അവിടേക്ക് വന്നു. 1-ാമത്തെ കാര്യം, കഴുതയുടെ കഴുത്തിലെ കയറടിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, കഴുതയെ പുറത്ത് കൊണ്ടുവന്നു. 4, മരണം കാണേണ്ട പട്ടണത്തിൽ കൂടെ കഴുതയുടെ പുറത്ത് നാഥൻ യാത്രയായി. എന്താ നാഥൻ ിലേക്ക് വരുമ്പോൾ അതിൻ്റെ നിവർത്തിയാ. അതിനകത്ത് കാണുന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഓശാന ഓശാന. കഴുതയുടെ പുറത്ത് നാഥൻ യാത്രയെ. 5, ഈ കഴുത യെരൂശലേം ദൈവാലയത്തിലെത്തി. 5 പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, 5 മറുപടി നിനക്ക് തരുവാൻ ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി പട്ടണം മുഴുവൻ കഴുതയുടെ മരണം കാണാൻ കാത്തിരുന്നതാ. നാട്ടുകാർ നിന്റെ പതനം കാണാൻ കാത്തിരിക്കും. നിന്റെ കുടുംബത്തിനകത്ത് എനിക്ക് വേണ്ടി വെളിപ്പെട്ട ഇന്ന് രാത്രി നിന്നിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവ, കുരുതങ്കോട് പലരും നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കും. എന്നാൽ ഈ രാത്രി പറയണ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? 2021 നവംബർ മാസം അവസാന ദിവസങ്ങളിൽ പറയണം, ഏതൊക്കെ ബൗണ്ടറികൾ ദുഷ്ടപിശാച് എനിക്കെതിരെ കെട്ടിവെച്ചാൽ, മന്ത്രതന്ത്രവാദ ശക്തികൾ ഇന്ന് രാത്രി എനിക്കെതിരെ പോരാടി നിന്നാലും ഇന്ന് രാത്രി എൻ്റെ കരങ്ങളിലിരിക്കുന്ന വചനത്താൽ ഞാൻ മതിൽ ചാടിക്കടക്ക്. എത്ര പേർക്ക് കാര്യം നിന്നെ ഉയർത്തുക. കഴുതയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യം. ഇന്ന് രാത്രി നിന്റെ ഭാരങ്ങൾ, ചിന്താകുലങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഇന്ന് രാത്രി നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അസാധാരണ ശക്തിയല്ല. മരിച്ചുയർത്തെഴുന്നേറ്റ കല്ലറയെ പൊട്ടിച്ച ശക്തി നിന്റെ മേൽ വന്നാൽ ഇന്ന് രാത്രി പട്ടണങ്ങളെ വിടുവിക്കുവാൻ, നാട്ടുകാരെ വിടുവിക്കുവാൻ, വീട്ടുകാരെ വിടുവിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു
അവരുടെ വായിൽ ഞാനൊരു അമിത ബലം വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പാഴ്വാക്കായി എടുക്കരുത്. നിന്റെ നാവിനകത്ത് ദൈവത്തിന്റെ പുകഴ്ചകൾ വന്ന് ശലോമോന്റെ പല്ലക്ക് പിടിക്കുന്ന ലെബനോനിലകത്തെ കാട്ടിലെ ഹല്ലേലൂയ ബന്ധനങ്ങളെ തകർക്കുക. ശലോമോന്റെ പല്ലക്ക് ചുമന്ന വീരന്മാരുടെ നാവിനകത്ത് നിന്ന് സ്തോത്രങ്ങൾ വന്നപ്പോൾ കാട്ടിനകത്ത് ഹല്ലേലൂയ ശലോമോന്റെ പല്ലക്കിനെതിരെ പോരാടാൻ വന്ന ദുഷ്ടശക്തികളെ തകർക്കുക. അവരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ കൃപ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു അധികാരത്തിന്റെ കൃപ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ നാവിൻ തുമ്പിൽ മേൽ വെച്ചിരിക്കുന്ന അഭിഷേകം ദൈവത്തിന് കഴിയ. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ആ കഴുതയുമായി എവിടെ വന്നു? ദൈവാലയത്തിൽ വന്നു. യെരൂശലേമിന്റെ ദൈവാലയം. മത്തായി 24:1-2. അവൻ ദൈവാലയത്തിൽ വന്നു. അവൻ ഓശാനയിൽ നല്ലൊരു പ്രഭാഷണം നടത്തി. ഓശാന പ്രഭാഷണം നടത്തിക്കൊണ്ട് കഴിയുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിന്റെ പണി കാണിച്ചു. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതിനോടനുബന്ധിച്ച് 5 ആലയങ്ങൾ ബൈബിളിനകത്ത് വരുന്നുണ്ട്. ഇത് 3 ഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പണിയപ്പെട്ടതാ സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. കതിരമരവും പോയി, അത് കഴിഞ്ഞിട്ട് കവരവിളക്കം പോയി. 2ാമത്തെ ആലയം ജ്ഞാനികൾ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അത് BC 597 നെബൂഖദ്നേസർ എന്ന രാജാവ് തകർത്തു. 3 കോരശന്റെ ഇടയൻ യെശയ്യാ പ്രവചനം 45, എസ്രാ, നെഹമ്യാവ്, സെരുബ്ബാബേൽ എന്നീ ഭക്തന്മാരെ കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? 3ാമത്തെ ദൈവാലയം പണിതു. ആ ദൈവാലയം അവിടെ ഗ്രീക്ക് 4 റോം ഭരണത്തിൽ ഹേരോദാവ് എന്ന ചക്രവർത്തിയുടെ കരങ്ങൾ കൊണ്ട് 46 വർഷം കൊണ്ട് പുതുക്കി പണിയുന്ന ദൈവാലയമാണ് 4ാം ദൈവാലയം ഇസ്രായേൽ. 4ാമത്തെ ദൈവാലയത്തിലെ യേശു വന്ന് രമ്യകർമ്മങ്ങൾ, തൂക്കുവിളക്കുകളെല്ലാം കാണുന്നു. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ചേച്ചിപ്പാതെ ഇടിഞ്ഞു പോകുക. ശ്രദ്ധയോടെ ഇന്ന് രാത്രി പറഞ്ഞത് AD 30. AD 68 ഒരു സംഭവം നടന്നു. ടൈറ്റസ് എന്ന രാജാവ് ആഫ്രിക്കയിൽ നിന്ന് ആനയുമായിട്ട് വന്നു. എന്തിനാണെന്നറിയാമോ? ദൈവാലയം തകർക്കാൻ. ആരാവോ ടൈറ്റസിനോട് പറഞ്ഞു, ദൈവാലയത്തിനകത്ത് ഇഷ്ടം പോലെ സംഭവം ഉണ്ടായി. ഈ ടൈറ്റസിന്റെ അപ്പൻ മരിച്ചുപോയി. അന്ന് ദൈവാലയത്തിൽ യേശുക്രിസ്തുവിന്റെ ഓശാന പ്രഭാഷണം കേട്ട ചിലരുണ്ടായിരുന്നു. ഈ ആലയം തകരുമെന്ന് കേട്ടവർ. അന്ന് ഇസ്രായേലിന്റെ പർവ്വതനിരയായ പെല്ലാം മലയിലേക്ക് അത് ഓടിപ്പോയി. അതുപോലെ ഇവിടെ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വചനം കേട്ട ദൈവമക്കൾ സിയോനിലേക്ക് യാത്ര ചെയ്യുവാൻ കാലമായി. ഇസ്രായേലിന്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട് 68 ഈ വചനം കേട്ടവർ പള്ളിക്കകത്ത് നിന്നില്ല. AD 70 വീണ്ടും ടൈറ്റസ് വന്നു. ദൈവാലയം ചവിട്ടി മതിച്ചു കളഞ്ഞു. ഇന്ന് ഇസ്രായേലിന് ആലയമില്ല. ഇന്ന് ഇസ്രായേലിൽ ജെറുസലേമിൽ ആലയമല്ല, അവര് ശലോമോൻ പണിഞ്ഞ വിലാപ മതിൽ അവിടെ ഉണ്ട്. അതിൻ്റെ പേരാണ് വെസ്റ്റേൺ വാൾ. അവിടെ ഇന്ന് മോശയുടെ കൊച്ചുമക്കൾ, മോശയിൽ കൂടി 3 ഗോത്രങ്ങൾ പിന്നെത്തതിൽ ഇസ്രായേൽ. അതാ ഹസദിക്ക്, 2 ഹർദിക്ക്, 3 നെറ്റൂരി കർത്ത. അവന്മാരെ കറുത്ത മെസ്യാനിക് ജൂയിഷ് അഥവാ കറുത്ത ഡ്രസ്സ്, കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും തലയിലൊരു കറുത്ത ഒരു തൊപ്പിയും വെച്ച് നടക്കുന്നത് മോശയുടെ കൊച്ചുമക്കൾ. അവരാണ് വാക്സിൻ പോലും എടുത്തിട്ടില്ല. അവരാ ചെന്ന ആലയത്തിൽ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് യേശു കയറിയൊരു വാതിലുണ്ട്. ഈ വാതിൽ ഇന്നും അടഞ്ഞിരിക്കുക. ആ വാതിൽ 1963 മറ്റോ ജോർദാനിലെ ഹുസൈൻ രാജാവ് തുറക്കാൻ നോക്കി. ആ വാതിൽ തുറക്കാൻ പറ്റിയില്ല. ആ വാതിൽ അടഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് മടങ്ങി വരും. വായിക്കാം. എസെക്കേൽ പ്രവചനം 44:1-2. കർത്താവ് മടങ്ങി വരും. എസെക്കേൽ പ്രവചനം 44:1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. അനന്തരം അവൻ എന്നെ പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ ആ വാതിൽ അടച്ചിരുന്നു. അടുത്ത വാക്ക്. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, സ്വർഗ്ഗം എഗസ്കേലിനോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. അടുത്ത വാക്ക്. ആരും അതിൽ കൂടി കടക്കരുത്. ലോകത്തിലെ ഒരു രാജാവും അതിൽ കൂടി കടക്കരുത്. അടുത്ത വാക്ക്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട്
അടച്ചിരിക്കണം. രണ്ടാമത് അവന്റെ വരവിന് വേണ്ടി വാതിൽ അടച്ചിരിക്കണം. അതുകൊണ്ട് സങ്കീർത്തനം 24, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മിണ്ടുന്നില്ല, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവായി നമ്മുടെ കർത്താവ് മടങ്ങി വരും. സ്തോത്രം. അന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം കഴിഞ്ഞു. ആ പള്ളിയിലെ പ്രഭാഷണം കഴിഞ്ഞു. ശിഷ്യന്മാർ യേശുവിന് കാപ്പിയൊക്കെ കൊടുത്തു. യേശു ആലയത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞ് കണ്ടിട്ട് പറഞ്ഞു, ഇത് ഇടിച്ചു പോകാതെ, കല്ലിന്മേൽ കല്ല് ചെടിപ്പാ ഇടിച്ചു പോകും. യേശു അവിടെ പോയി ഒലിവുമലയിൽ പോയി 24:3-4-5 അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ഇതാ നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളിലെ പ്രഭാഷണ വിഷയം. നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം. നീ ക്രൂശീകരണം കഴിഞ്ഞ് മടങ്ങും, രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. ലോകം അവസാനിക്കും, അടയാളം, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. വാട്ട് അബൌട്ട് ദ സിഗ്നൽ? ഉടനെ യേശു പറഞ്ഞു, പിണറായി സഖാവ് ഭരണത്തിൽ വരുമെന്നോ, അല്ലെങ്കിൽ സ്തോത്രം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ഇനി ബൈബിളിനകത്ത് 3 ലോകമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. ഒന്നാമത്തെ ലോകം, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിനകത്ത് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ ലോകം ഒന്നാം ലോകം, കാസ്മോസ്. അത് നോഹയുടെ കാലത്ത് പോയി പ്രളയം. ഇന്നത്തെ ലോകം രണ്ടാം ലോകം. ആ രണ്ടാം ലോകം ഇന്നത്തെ ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും. ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. ആ ലോകത്തിന്റെ പേര് അയോൺ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടും, ചൂള പോലെ കത്തുന്ന നാൾ വരുന്ന സോദരാ നീ ഒരുങ്ങിയിട്ടുണ്ടോ. മൂന്നാമതൊരു ലോകം വരും. അതിന്റെ പേരാ പുതുവാന ഭൂമി. വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ മധ്യാകാശത്തിൽ ചേർച്ചുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി കാന്തൻ മധ്യാകാശത്തിൽ നിന്ന് തന്റെ സഭയുമായി വരും. പുതുവാന ഭൂമി. പുത്തനാം യെരൂശലേമിൽ എത്തുംകാലം ഓർക്കുമ്പോൾ ഇത്തര ഇന്നത്തെ കാലത്ത് പാവയ്ക്ക് കയ്പ് കാണത്തില്ല, റോസയിൽ മുള്ള് കാണത്തില്ല, തെങ്ങിൽ കള്ള് കാണത്തില്ല, കഞ്ചാവ് ചെടി വിഷം കാണത്തില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്ലാവൂരും കാട്ടാക്കടയും അരിക്കൊമ്പരുമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. സ്വോത്രം. അതിൻ്റെ പേരാ പുതുവാന ഭൂമി. അങ്ങനെ ഒരു ഭൂമി ഇവിടെ വരാൻ പോകുന്നു. അതാണ് വൈക്കോമന. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തിയായി ഉലകം അവസാനിക്കും. ലോകത്തിൻ്റെ അവസാന ലക്ഷണങ്ങൾ ഇന്ന് രാത്രി മറുപടിയായി യേശു പറഞ്ഞു. മത്തായി 24:32 പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുക, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവ്, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവ്. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ ദൈവത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ 4 ചാലുകൾ. ഒന്നാമത്തത് അത്തിയാകുന്ന ഇസ്രായേൽ. 2 ഒരുവൻ അടുക്ക വാതിൽക്കൽ, ന്യൂ വേ, വേൾഡ് ഓർഡർ. അത് കഴിഞ്ഞ് ലക്ഷണങ്ങൾ. 1 യഹൂദ ലക്ഷണം, 2 ജാതീയ ലക്ഷണം, 3 പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, 4 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, അതിനോടനുബന്ധിച്ച് എഴുതിയിട്ടുണ്ട്, ഈ തലമുറ മരണം വഴിയായി ഒഴിഞ്ഞു പോകുകയില്ല. അതിനുശേഷം വീണ്ടും എഴുതിയിരിക്കുന്നു, ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ ആർക്കും അറിയത്തില്ലെന്ന്. സ്വോത്രം. അതുകൊണ്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് ബാംഗ്ലൂരിൽ നിന്ന് പ്രവാചകൻ വന്നിട്ട് ഇത്രാം തീയതി ഇത്ര മണിക്ക് യേശു വരുമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ചായ കുടിച്ച് അവനെ വണ്ടി കയറ്റിയേക്കാം. ഈ സ്വർഗത്തിനറിയാൻ കാര്യം മലയാളികളായതുകൊണ്ടാണ് അത് കൃത്യം പറയാത്തത്. നമ്മുടെ ദൈവസഭയിൽ കള്ളു കുടിക്കുന്നവർ അവറാച്ചാൻ യേശു വരുന്ന ഇത്രാം തീയതി ആണെന്നറിഞ്ഞാൽ 2 മാസത്തിന് മുമ്പ് കാട്ടാക്കടയിൽ കുടി നിർത്തും. എന്നിട്ട് ദൈവസഭയിൽ വന്ന് പാട്ട് പാടും. 3 ആഴ്ച സാക്ഷ്യം പറയും. 4-ാമത്തെ ആഴ്ച പറയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 5-ാമത്തെ ആഴ്ച എന്തോയും മണ്ഡപത്തിൽ കടവ് കൊണ്ട് മുക്കും, ആ കർത്തൃമേശയും കൊടുക്കും. 6ഉം 7ഉം നല്ലതുപോലെ സാക്ഷ്യവും പറയും. 8-ാമത്തെ ആഴ്ച കർത്താവ് വരും. പോകത്തില്ലയോ? സന്തോഷമില്ലല്ലോ. 65 വയസ്സ് വരെ നാട്ടിൽ കത്തിക്കുത്തും. 2 മാസത്തിന് മുമ്പ് സഭയെ കയറി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കള്ളുകൂടിയും കളഞ്ഞാൽ അവൻ്റെ പേര് പുസ്തകത്തിൽ എഴുതിയാൽ കൊണ്ടുപോകണം. സ്വോത്രം.
അതുകൊണ്ട് ഇന്ന് രാത്രി ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതമാർഗോ അറിയത്തില്ല. പിതാവ് പറയും ഇന്ന സമയത്ത് പോകാൻ അന്നേരമായി യേശു വരുന്നത്. അതുകൊണ്ട് നാളെ ഇനി തിരുവനന്തപുരത്ത് ആരെങ്കിലും വന്ന് 2025 കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ അപ്പോഴേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കണം. പ്രസംഗിക്കുന്നത് ഞാൻ പറയാം 2030 എന്ന് പറഞ്ഞാൽ അന്നേ എന്നെ കട്ട് ചെയ്തേക്കണം. സ്വോത്രം. അങ്ങനെ ബൈബിളിലില്ല. കള്ളപ്രവാചകന്മാർ, കള്ളക്രസുകൾ. സംഭവിച്ചതുപോലെ ഇപ്പം മനുഷ്യപുത്രൻ്റെ വരവിൽ കണ്ടില്ലയോ? ഇന്ന് എല്ലാ ദിവസവും എന്ത്? യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. ഇത് കേൾക്കാത്ത ദിവസമുണ്ടോ? സന്തോഷമില്ലല്ലോ. പണ്ട് ഇടയ്ക്ക് ജൂലൈയിൽ മഴ, ജൂലൈയിലെ മഴ ഇപ്പം നമ്മുടെ ചെന്നൈ തിരുവനന്തപുരം ട്രെയിൻ വൈകിയോലും ഇപ്പോഴും ആഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ പെയ്യുക. സ്വോത്രം. അതുപോലെ അന്ത്യദിനങ്ങളിൽ കണ്ടോ? ഇന്ന് രാത്രി മനസ്സിലാക്കണം. എന്ന് നോക്കിയാൽ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സ്വോത്രം. സകല രാജ്യത്തും മഴ, ഗൾഫ് രാജ്യത്ത് മഴ, അമേരിക്ക മഴ, സകലയിടത്തും മഴ പെയ്യുന്ന അന്ത്യകാലം. നോഗയുടെ ലോകത്തിൻ്റെ കാലമാ ഇന്നത്തെ ലോകത്തിലെ ഭരണം. അതിൻ്റെ മലയാളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് നാട്ടുകാർ. അവറാച്ചാൻ തോമാച്ചാനെ കല്യാണം കഴിക്കുന്നു, ചിന്നമ്മ പൊന്നമ്മയെ കല്യാണം കഴിക്കുന്നു. സന്തോഷമില്ലല്ലോ. ഇതാ ലോകത്തിൻ്റെ കാലത്ത് കണ്ണിന് കൊണ്ട് ചെറുപ്പക്കാരനെയും പെൺകുട്ടിയെയും കല്യാണം കഴിച്ച കാലമാ ലോകത്തിൻ്റെ കാലം. അതുകൊണ്ടാ ഇന്നത്തെ സുപ്രീം കോടതിയിൽ ഒരു നിയമം വന്നു. 2 മലയാളി പെൺകുട്ടികളും വേറെ 2 പെൺകുട്ടികളോട് സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞു സ്വവർഗ വിഭാഗം, സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോട്. ഞാൻ എല്ലാ പാർട്ടിക്കാരെ സ്നേഹിക്കുന്നു. ഇവിടെ സ്ത്രീയോട് കല്യാണമില്ല, പുരുഷനോട് കല്യാണമില്ല. പണ്ട് ഇവിടുത്തെ നയം സ്ത്രീക്ക് പുരുഷന് സ്ത്രീ. സാറേ ബില്ല് ഒപ്പിടരുത്, അത് മടക്കിയേക്ക. കഴിഞ്ഞ ദിവസവും 2 പെൺകൊച്ചുങ്ങൾ വീണ്ടും സുപ്രീം കോടതി പാമ്പുക. എൻ്റെ പൊന്നമ്മാമയെ കൊത്തി മുറത്തിക്കയറുന്ന കോഴിയെ ചിന്നമ്മാമ ഇനി വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയല്ല. സ്വോത്രം. ലോകം തീരാൻ പോവുക. 51 രാജ്യങ്ങളിൽ സ്വവർഗ വിവാഹം. കഴിഞ്ഞ ദിവസങ്ങൾ CSIയിൽ ഒരു വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടിപ്പോയി. നെയ്യാറ്റിങ്കരക്കാരി 48കാരി ഒരു അമ്മാമ, കുണ്ട്രക്കാരി ഒരു പെൺകുട്ടി 28 ഫേസ്ബുക്കുമായിട്ട് നെയ്യാറ്റിങ്കര DYSP പറഞ്ഞു ഇതൊന്നും നടക്കത്തില്ല. ഇപ്പൊ ഹൈക്കോടതി പോയേക്കോ കുണ്ട്രക്കാരിയെ പിടിക്കാനായിട്ട്. കണ്ടില്ലേ കാലം എത്ര മോശമായി കഴിഞ്ഞു. തീർന്നില്ല. ഇതൊരു അന്ത്യകാലത്തിലേക്ക് ലോകം വരുന്നെങ്കിൽ നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും. എന്നിട്ട് യേശു പറഞ്ഞൊരു ഭാഗമാ ഇന്ന് രാത്രി കർത്തൃദാസി വായിച്ചത്. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിക്കാനുള്ളത് തന്നെ. രാജ്യത്തോടും ജാതിയോടും എതിർക്ക്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഫെബ്രുവരി 20 മുതൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഇരിക്കുമ്പോഴും റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ? യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ. നിങ്ങളുടെ കൈകളിൽ ബൈബിളുണ്ട്. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിന്റെ ഒരു ചാല. യേശുക്രിസ്തുവിന്റെ 3 പ്രഭാഷണങ്ങൾ ബൈബിൾ. 1 ഗിരിപ്രഭാഷണം മത്തായി 7:8. 2ാമത്തെ പ്രഭാഷണം ഒലിവുമല പ്രഭാഷണം സെർമൺ ഓഫ് ദ മൗണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ പഴയകടം തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിങ്കര പോകുന്ന തിരുപുറം 4 ദിവസം യോഗ. 2ാം ദിവസം അച്ഛൻ ലീഡ് ചെയ്തപ്പം പറഞ്ഞു ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് വരുമെന്ന്. സ്വോത്രം. ഇതുവരെ അറിയത്തില്ലായിരുന്നു, ഇപ്പം റെഡിയായെന്ന്. മത്തായി 24 ഞാൻ ബൈബിളും വായിച്ച് പേപ്പറും വായിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കർത്താവ് വരുമെന്ന്. ഇപ്പോൾ എനിക്ക് പിടി കിട്ടി. തിരുമുറം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, വരുവാനുള്ളവൻ വരുക്കാലമേ അറിയില്ല. 2ാമത്തത് ഒലിവുമല പ്രഭാഷണം. 3ാമത്തെ പ്രഭാഷണമാണ് മാളികമുറി പ്രഭാഷണം. ശിഷ്യന്മാരോട് യേശു സംവദിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഇന്ത്യക്ക് അതിനകത്ത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു എന്താ? ബാപ്പുജിയുടെ അഹിംസാവാദം. ബാപ്പുജി എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. മതങ്ങളല്ല, ഇസങ്ങളല്ല എന്നെ അഹിംസയിലേക്ക് കൊണ്ടുവന്നത്, യേശുദേവന്റെ മൊഴിമുത്തുകളാ എന്നെ അഹിംസയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് രാത്രി യുദ്ധങ്ങൾ. ഇനി ശ്രദ്ധയോടെ ചരിത്രത്തിലേക്കും ബൈബിളിലേക്കും പടപടാ വാക്യങ്ങൾ കൊണ്ടിരിക്കും. ഇന്ന് രാത്രി 1905 റഷ്യ ജപ്പാനെ ആക്രമിച്ചു. അങ്ങനെയെങ്കിൽ ഈ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ജപ്പാൻ അടിച്ച് തകർത്തു. റൂസോ ജപ്പാൻ വാർ 1910
ഇസ്രായേൽ ജനം മടങ്ങി വരുന്നു. അന്ന് 5 ലക്ഷം പേരാ മരിച്ചത്. അന്ന് ലോകം പറഞ്ഞു ഇനി ഒരു യുദ്ധം വേണ്ട. അന്നൊരു സംഘടന വന്നു, സർവ്വരാഷ്ട്ര സംഘടന. കേട്ടോണം ബൈബിളും ചരിത്രവും. 1939 മുതൽ 45 വരെ 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. 1948 ഇസ്രായേൽ സ്വതന്ത്രമായി. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ അറബ് ലീഗ് ആക്രമിച്ചു ഇസ്രായേലിൽ. 1957 വീണ്ടും അറബ് ലീഗ് ആക്രമിച്ചു. 61 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം. ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റാൻ നോക്കി. 71 അമേരിക്ക വിയറ്റ്നാമിനെ ആക്രമിച്ചു. അപ്പോൾ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 71 ശീതമായ യുദ്ധം. 73 ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ യുദ്ധം യോം കിപ്പർ വാർ. 1980 മുതൽ നമ്മുടെ നാട്ടിൽ റേഡിയോയിൽ പണ്ട് കേട്ടു, ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് വാർത്തകൾ വായിക്കുന്ന സുഷമ്മ ഇറാൻ ഇറാഖിൻ്റെ മണ്ടയിൽ ആഞ്ഞടിച്ചു. സ്വോത്രം. 10 വർഷം ഇറാൻ ഇറാഖ് യുദ്ധം. 1980, 90 ആ യുദ്ധം തീർന്നപ്പോൾ സദാം ഹുസൈൻ ആരെ അടിച്ചു? കുവൈറ്റിനെ അടിച്ചു. കുറച്ചു കാലം. എന്നാൽ ആ 92 ആ യുദ്ധം അവസാനിച്ചപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം 2022 കോവിഡ് അസ്തമിക്കുമ്പോൾ ദാ കിടക്കുന്നു ഒരിടത്ത് റഷ്യ ഉക്രൈനെ കഴിഞ്ഞ 21 മാസമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് പോരാളികളുടെ ആക്രമണം മൂലം ഇന്ന് രാത്രി 11,000 പേരെ കൊന്നുകൊണ്ട് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോയ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോന്നു. എന്താ? റഷ്യ ഉക്രൈൻ യുദ്ധം. ശ്രദ്ധയോടെ ഇരിക്കണം. ലോകത്തിൽ 2 വൻശക്തികൾ. ഒന്നാമത്തെ വൻശക്തി അമേരിക്ക. 51 ഡിസ്ട്രിക്റ്റ്, 51 സ്റ്റേറ്റുകൾ. അതിൻ്റെ പേരാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ പ്രത്യേകത അവരുടെ സഖ്യമാ നാറ്റോ സഖ്യം. രണ്ടാമത്തെ ലോകത്തിലെ വൻശക്തിയ USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും നിർണായകമായി 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു, മീഖായൽ ഗർബച്ചോവ്. മീഖായൽ ഗർബച്ചോവിൻ്റെ പ്രത്യേകത, അദ്ദേഹം റഷ്യയിൽ ഭരണത്തിൽ വന്നപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ പറഞ്ഞു, സാറ് ജനം പെരുകുന്നു, ലോകരാജ്യങ്ങളെല്ലാം ജനം പെരുകിക്കൊണ്ടിരിക്കുക. റഷ്യയിൽ ജനം പെരുകിയാൽ നമുക്ക് വീട്, അതുപോലെ തന്നെ പാല്, പച്ചക്കറി, മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റഷ്യയെ വെട്ടിമുറിക്കണം. ആ സിദ്ധാന്തത്തിൻ്റെ പേര് ഇവിടെ രാഷ്ട്രീയക്കാർക്കറിയാം, 4-ാം ലോക സിദ്ധാന്തം. അതിന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഗ്ലാസ്നെസ്റ്റും പെരിസ്ട്രോയ്ക്ക്. 1900 കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമീനിയ, ജോർജിയ, ക്രിമിയ, ചെച്ചിനിയ, സൈബീരിയ. കുറേ വായിക്കാം. ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഒരു ഭാഗം ദൈവമക്കൾ മനസ്സിലാക്കാനുണ്ട്. മീഖായൽ ഗർബച്ചോവ് എവിടെ പോകുമെന്നറിയാമോ? റഷ്യയുടെ കൊട്ടാരത്തിലേക്ക് പോകും. റഷ്യയുടെ കൊട്ടാരത്തിൽ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർ റഷ്യൻ ഓർത്തഡോക്സിലെ സ്ത്രീയായിരുന്നു. അപ്പോൾ അവരോട് ഇദ്ദേഹം ചോദിച്ചു, കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റാക്കിയ സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിരീശ്വരവാദിയായിരുന്നു മീഖായൽ ഗർബച്ചോവ്. എന്നാൽ പിന്നത്തതിൽ കേൾക്കണു, അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞിട്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് രാത്രി പറയണ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. ഇന്ന് രാത്രി കലാപമല്ല വലുത്, പോസ്റ്റിംഗ് അല്ല വലുത്. നിന്റെ കുടുംബത്തിനകത്ത് രക്ഷയുടെ ദൂത് വരണമെങ്കിൽ മുറി അടച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന അറിയാം. രാഷ്ട്രീയ നേതാക്കളെ ലോകമറിയാം. ഇവിടെ സംഘടനയുടെ നേതാക്കളെ ലോകമറിയാം. പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളെ ലോകമറിയാം. എന്നാൽ രാത്രിയുടെ യാമത്തിനകത്ത് മുട്ടുമടക്കി വീട്ടിനകത്ത് പായ്ക്കകത്തിരുന്ന് കരയുന്ന അപ്പച്ച അമ്മച്ചി താങ്കളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം. പഴയ നിയമത്തിൽ ഭക്തനായ ഒരുവനുണ്ടായിരുന്നു, ഇയ്യോബ്. സാത്താൻ ഒരു വിസ എടുത്ത് ഗൾഫിൽ പോകുന്ന സ്വർഗത്തിലെത്തി. അവിടെ സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗം ചോദിച്ചത് റോഡ് വന്നോ, കാർ വന്നോ, കമ്പ്യൂട്ടർ വന്നോ, ഇന്റർനെറ്റ് വന്നോ എന്നല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവെച്ചുവോ? എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തും
മടക്കി സ്വർഗത്തോട് മക്കൾക്കും പിതാക്കൾക്കും വേണ്ടി കരയുന്ന മാതാവേ, നിന്റെ കണ്ണുനീരിനും മറുപടി സ്വർഗത്തിലെ ദൈവം തരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അടുത്തു പോകാതെ ദൈവസന്ധിയിൽ റഷ്യയുടെ പ്രസിഡന്റിന്റെ ഭാര്യയായ റൈസ ഗർബച്ചോ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ഭർത്താവിന് നിത്യജീവൻ കൊടുത്ത് നിത്യതയിലേക്ക് അടുപ്പിക്കുക സർവശക്തന്റെ കരമിറങ്ങി വന്നെങ്കിൽ 2023 കടുങ്കട്ട് വീണ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് നിന്റെ പുരയ്ക്കകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. തീർന്നില്ല മക്കളെ, ആ കാലഘട്ടത്തിനകത്ത് ചേരി മാറിക്കഴിഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം. എന്താ ഉക്രൈൻ? 2010 ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു. ആ ഭരണാധികാരിയുടെ പേരായിരുന്നു വ്ളാഡിമർ സെലൻസ്കി. അവൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു വിഷയമുണ്ടായി. 2013 ഈ സെലൻസ്കി അമേരിക്കയ്ക്ക് ഒരു കത്ത് കൊടുത്തു, ഞങ്ങളെ നാറ്റോ സഖ്യത്തിൽ ചേർക്കണം. അമേരിക്ക പറഞ്ഞു ചേർക്കത്തില്ല. അതിൻ്റെ പുറകെ കാര്യം പറയാം. രണ്ടാമത് വീണ്ടും 16 ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ വയാടി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കൊണ്ടുപോയി ഈ യഹൂദനായ സെലൻസ്കി കത്ത് കൊടുത്തിട്ട്, സാറേ ഞങ്ങൾ റഷ്യയിൽ മാറി നിൽക്കുക, ഞങ്ങളെ ചേർക്കണം. അദ്ദേഹം പറഞ്ഞു ചേർക്കത്തില്ല. 2020 2 കത്ത് വീണ്ടും കൊടുത്തു. 1 യൂറോപ്യൻ യൂണിയൻ, 2 അമേരിക്കയിലെ ജോ ബൈഡൻ. ഉടനെ റഷ്യക്ക് പിടികിട്ടി, യവൻ മതിൽ ചാടും. ഞങ്ങളുടെ സുചേട്ടകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് IPC, നാളെ ചർച്ചകോട്, മറ്റന്നാ AG, അയച്ച പിറ്റേന്ന് ന്യൂ ഇന്ത്യ. ഒന്നുമില്ലേ പണ്ടത്തെ CSI. അവിടെ ചാടും. ഉക്രൈനെ ആക്രമിക്കുന്നത് നാട്ടുകാരുടെ വാക്കല്ല, ഏഷ്യാനെറ്റോ മനോരമ മാതൃഭൂമിയല്ല. ഉക്രൈൻ എന്താണെന്നറിയാമോ? ഉക്രൈൻ്റെ പ്രത്യേകത, ഇന്ന് രാത്രി ഉക്രൈനകത്ത് 3 കാര്യമുണ്ട്. ലോകത്തിൽ ഏറ്റവും 2ാമത്തെ സ്ഥാനം ഗോതമ്പിൻ്റെ വിപണി ഉക്രൈനാ, 1 റഷ്യ. ഇവർ രണ്ടുകൂടെ ചേർന്നാൽ ആഗോള വ്യാപകമായി ഗോതമ്പിൻ്റെ വിപണി റഷ്യക്ക് കൈയടക്കാം. റഷ്യ ഉക്രൈനെ ആക്രമിക്കാനുള്ള 1ാമത്തെ കാര്യം. എന്ന് 2022 ഉക്രൈൻ്റെ നേരെ അടി തുടങ്ങിയോ? നമ്മുടെ റേഷൻ കടയിൽ ട്ടപ്പൊടിയുടെ കവർ പോയി. 2022 യുദ്ധം തുടങ്ങിയപ്പോൾ തീർന്നില്ല. ഇനി ഇതൊന്നും വരത്തില്ല. ഉക്രൈനിൽ നിന്നുള്ള സപ്ലൈ അവസാനിച്ചു കഴിഞ്ഞു. 2ാമത്തെ കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നല്ല വെള്ളം കിട്ടുന്ന നദി ഏതാണെന്നറിയാമോ? നെയ്യാറല്ല, ഉക്രൈനിൽ നല്ലൊരു നദിയുണ്ട്, നിപ്പർ നദി. അതിലെ വെള്ളമെടുത്ത് കുപ്പിയിൽ അടച്ച കാശ്. 3ാമത്തെ കാര്യം, ഏറ്റവും നല്ലൊരു ആണവ നിലയായിരുന്നു റഷ്യയുടെ ചൊർണോബ് ആണവ നിലയം. അത് കത്തിപ്പോയി. കാട്ടാക്കടയിലെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പോലെ കട്ടപ്പുറത്തിരിക്കുക. അപ്പോൾ ഉക്രൈൻ്റെ ഒരു ആണവ നിലയമുണ്ട്, അതിൻ്റെ പേര് സഫ്രോഷ്യ ആണവ നിലയം. ഏകദേശം 9 മാസവുമായി ഈ ഉക്രൈൻ എന്ന് പറയുന്ന 6 ജില്ല മാത്രം, കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, സഫ്രോഷ്യ, ലൊണാസ്, 6 ഡിസ്ട്രിക്റ്റാ ഈ ഉക്രൈൻ എന്ന് പറയുന്നത്. റഷ്യ ആരാന്നറിയാമോ? 800 കപ്പൽ, 2000 ഫൈറ്റർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുള്ള ഏറ്റവും വലിയ ശക്തിയാണ് റഷ്യ. അവൻ ആരുടെ മുമ്പിൽ കടന്ന് വെള്ളം കുടിക്കുന്നതെന്നറിയാമോ? ഉക്രൈൻ്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കടന്ന് വെള്ളം കുടിക്കുക. സ്വോത്രം. കാര്യം എന്താണെന്നറിയാമോ? അവന് രഘൂതനെ കൊല്ലാൻ പറ്റത്തില്ല. കേട്ടോ? ഉക്രൈൻ്റെ പ്രസിഡന്റായ വ്ളാഡിമർ സെലൻസ്കിയുടെ ഇരിക്കുന്ന കൂട്ടുകാരൻ, അവൻ്റെ പേര് എലോൺ മസ്ക്. എലോൺ മസ്ക് യഹൂദൻ. ഇന്ന് മനുഷ്യൻ്റെ ചിപ്പ് കൊടുക്കാൻ കുരങ്ങൻ്റെ തലയിൽ ചിപ്പ് വെച്ച് മോണിറ്റർ ചെയ്യുന്നവനാണ് എലോൺ മസ്ക്. അവൻ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനം വിളിച്ചു ബ്രിട്ടനകത്ത്. ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ, എല്ലാവരും ബ്രിട്ടനിൽ പോയി. പണ്ട് ഞാൻ പ്രസംഗിച്ച റോബോട്ട് മനുഷ്യനെ കയറി പിടിക്കും, കൊല്ലുമെന്ന്. റോബോട്ട് മനുഷ്യനെ പിടിക്കാതിരിക്കാനുള്ള ഒരു കോൺഫറൻസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ AI കോൺഫറൻസ് ബ്രിട്ടനിൽ നടന്നു. അതിൻ്റെ തലവനാണ് ഇന്നത്തെ എലോൺ മസ്ക്, മോഡി സാറിൻ്റെ കൂട്ടുകാർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് എല്ലാ മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് കൊടുത്താൽ ഇന്ത്യ അവനെ നമുക്ക് തീർക്കാമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. തലയിലെ ചിന്താഗതി ഊറ്റവും. ആ ഭാഗം ഇവിടെ തൊടാൻ പറ്റുന്നില്ല. ഈരാറ്റിൻപുറത്ത് അപ്പുറത്ത് വരുമ്പോൾ പ്രസംഗിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കള്, അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഏതാണെന്നറിയാമോ? സ്റ്റാർലിങ്ക്. ഏറ്റവും നല്ല സാറ്റലൈറ്റ് ആരെയില്ല എന്നറിയാമോ? ഇസ്രയേലിൻ്റെ കയ്യിലായിരിക്കുന്നത്. ആ സാറ്റലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന യഹൂദനാ. അത് ഉക്രൈൻ്റെ മേളിൽ കിടപ്പുണ്ട്. സ്റ്റാർലിങ്കിൻ്റെ മൊബൈലാ ആരയിലിരിക്കുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റ് വൈകിട്ട് 3:30 ഉറങ്ങി എഴുന്നേറ്റ് കട്ടച്ചായം കുടിക്കുമ്പോൾ
എൻ്റെ വീട്ടിൽ കാട്ടാക്കടയോട്ടൊരു മിസൈൽ വരുന്നുണ്ട്. ഉടനെ എന്തോ ചെയ്യുമെന്നറിയാം, റഷ്യ വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ്റെ പ്രസിഡന്റ് ഒരു പഴയ സൈക്കിൾ എടുത്ത് മലയും കീഴി പോയി കട്ടൻ ചായ കുടിക്കും, എവിടെങ്കിലും മിസൈൽ വീഴും. എന്നിട്ട് മലയും കീഴിൽ നിന്നൊരു പാട്ടുപാടി ഇങ്ങോട്ട് വരും, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തി, 800 പടക്കപ്പലുകൾ, 2000 യുദ്ധവിമാനങ്ങളുള്ള USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്, ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ചക്ക കുഴയുന്ന പോലെ കുഴയുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവന് രഘൂതനെങ്കിൽ ഈ യുദ്ധം എവിടെ പോകും? ഈ യുദ്ധം ഇസ്രയേലിലേക്ക് പോകും. ഇന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ G20 ഉച്ചകോടി നിർമ്മലാ സീതാരാമൻ വിളിച്ചിട്ട് അദ്ദേഹം വന്നില്ല. അന്താരാഷ്ട്ര കോടതി പറയുന്നു റഷ്യയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണ യുദ്ധ കുറ്റവാളി. ഒരു രാജ്യത്തിന്റെ മുകളിൽ കയറിയെങ്കിൽ അവസാനമായി സാമ്പത്തികമായി തകരുന്ന റഷ്യ കണ്ടില്ലേ? പണ്ടിവിടെ മണ്ഡപത്തിൻ കടവ് ചെമ്പൂർ ഒറ്റശേഖരമംഗല് പെങ്കൊച്ചുങ്ങളെ MBBS പഠിക്കാൻ പോകും. മോളെവിട ഉക്രൈനില, മോളെവിട ജോർജിയയില, മോളെവിട അർമീനിയ. എല്ലാം റഷ്യ പോയിരുന്ന തിരുവനന്തപുരത്തെ പിള്ളേർ എല്ലാം ഇപ്പം റഷ്യയിലേക്കുള്ള പോക്ക് നിർത്തി. അർത്ഥ വിദ്യാഭ്യാസ കച്ചവടം തീർന്ന കാശില്ലെങ്കിൽ അവസാനമായി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക. ബൈബിളിനകത്തുണ്ടോ പടപട വാക്യങ്ങൾ? എസെക്കേൽ പ്രവചനം 39:1-2 വാക്യങ്ങൾ. ഇനി വാക്യങ്ങൾ മുൻപോട്ട് പോകും. എസെക്കേൽ പ്രവചനം 39:1-2 വാക്യങ്ങൾ. നീയോ മനുഷ്യപുത്ര, വായിക്കാം കുഞ്ഞ്. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ മക്കളാ ശേം, ഹാം, യാഫേത്ത്. അതിൽ യാഫേത്തിന്റെ തലമുറകളാ മാഗോഗ്. ഉൽപ്പത്തി 2:10-2 എഴുതിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ തൊടാൻ സമയമില്ല. മാഗോഗ് ആര? നീളം കുറഞ്ഞ കുറെ ജനമാ മാഗോഗ്. അത് 4 പേരുണ്ട് കുള്ളന്മാർ. 1 ചൈന, 2 കൊറിയ, 3 തൈവാൻ, 4 ഫിലിപ്പൈൻസ്. അവറാച്ചാൻ, തോമാച്ചാൻ, കറിയാച്ചാൻ, ശമുലച്ചാൻ. നല്ല 4 എണ്ണത്തിനെ കണ്ട ഒരുപോലെ ഇരിക്കുക. സ്വോത്രം കറക്റ്റായിട്ടിരിക്കുക. അവന്മാരെ കുള്ളന്മാർ മാഗോഗ്. ഇതിൽ നിന്ന് ചാടി ഒരുത്തന ഗോഗ്. ഇന്നത്തെ റഷ്യ ഗോഗ്. വായിച്ചോ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ, റഷ്യ, മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് റഷ്യക്ക് ഇന്ന് സ്വർഗം വിരോധമായിരിക്കുന്നു. കാര്യമെന്താ? 1 വർഷവും 9 മാസമായിട്ടുള്ള യുദ്ധം. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്. ഇന്നത്തെ റോഡ് മാറ്റും. വെള്ളറുടെ വണ്ടി ഇടയ്ക്ക് മണ്ഡപത്തിൻകട വിട്ടിട്ട് കുരുതങ്കോട് വഴി മംഗലം മാറ്റിയിട്ട് കുരുതങ്കോട് പ്ലാവൂർ പിടിക്കുന്ന ഇന്നത്തെ വഴിയിൽ നിന്ന് നിന്നെ മാറ്റ്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ച് 6 15 രാജ്യത്തെ 6 കൂടെ നിന്നെ കടത്താൻ പോവുക അന്തിമ യുദ്ധത്തിന് വേണ്ടി. ആ 6 താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഇന്ന് രാത്രി റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് EMS അറിയത്തില്ലായിരുന്നു. സഖാവ് പിണറായിക്ക് അറിയത്തില്ല, കോടിയേരിക്ക് അറിയത്തില്ല, കാറ്റാക്കട MLA IB സതീഷിന് അറിയത്തില്ല. നകത്ത് എന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ എസെക്കേലിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, റഷ്യയെ ഞാൻ വെട്ടിമുറിക്കുക. ഇന്ന് രാത്രി കരമുയരുന്നില്ലല്ലോ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വോത്രം. അടുത്ത ദിവസങ്ങളിലെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. ഞാൻ നിന്നെ റൂട്ട് മാറ്റിച്ച് എവിടെ കൊണ്ടുതരും? ഇസ്രായേലിൽ. വായിക്കാം മക്കളെ, അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിന്നെ വടക്കേ എന്നാ ഇംഗ്ലീഷ് പറയുന്ന വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. അന്തിമ ദാണ്ട റഷ്യ ഉക്രൈൻ ഇവിടെ തീരത്തില്ല. തിരുവനന്തപുരം, ചെമ്പൂര്, കാട്ടാക്കട വെള്ളറുടെ വണ്ടി വന്ന പോലെ റൂട്ട് മാറ്റിയിട്ട് അവസാന ദിവസങ്ങളിൽ നിന്ന് ഇസ്രയേലിന്റെ മണ്ണിനകത്ത് ഞാൻ റഷ്യയെ കൊണ്ടുവരാൻ പോകുന്നു. ആ യുദ്ധത്തിന്റെ പേരാ 3ാം ലോക മഹായുദ്ധം. കരമുയർത്തിയാട്ടെ, അന്തിമ യുദ്ധം വരാൻ പോകുന്നു. അതായിരിക്കും ഇവിടെ പ്രതിപാദിക്കുന്നത്. 3 ദിവസം നിങ്ങൾ വരണം. മുഴുവൻ പ്രവചനം വായിക്കാം. അങ്ങനെയെങ്കിൽ എവിടെ യുദ്ധം വരെ? എസെക്കേൽ പ്രവചനം 38:7-8 വാക്യം.
വായിച്ചാട്ടെ, ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന റഷ്യയോട് കൂടെ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. ഇന്നത്തെ ഹമാസിന്റെ പോരാളികൾ റഷ്യയുടെ കൂടെ, ഇറാൻ റഷ്യയുടെ കൂടെ, ഇറാഖ് റഷ്യയുടെ കൂടെ, അത് കഴിഞ്ഞിട്ട് പലസ്തീന്റെ അതോറിറ്റി റഷ്യയുടെ കൂടെ. ഇന്നലെ സൗദി അറേബ്യ തീർന്ന 57 രാഷ്ട്രങ്ങൾ പറയുന്നു നമുക്ക് റഷ്യയോട് ചേർന്ന് നിൽക്കാം. ലോകം 2 ചേരിയിൽ. അതുകൊണ്ട് ബേസ് ചെയ്ത് ഈ പ്രസംഗം ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി വോയിസ് മീറ്റ് പറയുന്ന അമേരിക്കയെ വിടാം, നമുക്ക് റഷ്യയോട് ചേർന്ന് നിൽക്കാം. അതെ, വായിച്ചട്ടെ. നീ അവർക്ക് മേധാവി കമ്മ്യൂണിസ്റ്റ് റഷ്യ. ഹമാസിന്റെ പ്രശ്നം വന്നപ്പോൾ ഹമാസിന്റെ ലീഡർ ആദ്യം സമീപിച്ചത് കമ്മ്യൂണിസ്റ്റ് റഷ്യയെ. അത് കഴിഞ്ഞിട്ട് മഹ്മൂദ് അബ്ബാസ്, ഇന്നത്തെ PLO പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആദ്യം വിളിച്ചത് മിഖായിൽ ഗർബച്ചോവിനെ കണ്ടു. നീ അവർക്ക് മേധാവിയായിരിക്കും പിൻപിൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. റഷ്യ ഏറിയ നാൾ, ഇംഗ്ലീഷിൽ ലേറ്റർ ഡേയ്സ്. നിനക്കൊരു വിസിറ്റ് ഉണ്ട്. ഇപ്പൊ നീ മേധാവിയൊക്കെ ആയിരുന്നോട്ടെ. പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന്, ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്ന് 110 രാജ്യങ്ങൾ ശേഖരിച്ച ഒരു യുദ്ധനുണ്ട്, യഹൂദൻ. വായിച്ചാട്ടെ. ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഇന്നത്തെ ഉക്രൈനല്ല, ലാസ്റ്റ് ആൻഡ് അട്ടർമോസ്റ്റ്. നീ വടക്കേ അറ്റത്ത് നിന്നിറങ്ങി ഒരു രാജ്യത്തിലേക്ക് നീ വടക്കേ വന്നു ചേരും. വായിച്ചാട്ടെ. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന അവിടെ നിൽക്കട്ടെ. 1900 ഒരു വക കിളിക്കാത്ത ശൂന്യമായി കടന്ന, ഇന്ന് അത്തിതളർത്തു കൊമ്പിളതായി നിരന്തര ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തിയാട്ടെ. അന്തിമ യുദ്ധം റഷ്യ ഉക്രൈൻ എത്താൻ പോകുന്നത് ഇസ്രായേൽ പർവ്വത നിരകളിൽ. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകാൻ സംഭവിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒരു അന്തിമ യുദ്ധം ഇവിടെ വരാറായി. ലോകം 2 ചേരിയിലാവോ? അതാ മക്കളെ കോവിഡ് യേശുക്രിസ്തു പറഞ്ഞു. ലോകാരംഭം മുതൽ ഇന്ന് വരെ റഷ്യയുടെ കൂടെ ആര്? ഇസ്രയേലിന്റെ കൂടെ ഉക്രൈന്റെ കൂടെ ആര്? എസെക്കിയേൽ പ്രവചനം 38-ന്റെ 5-6 വാക്യങ്ങൾ. റഷ്യയുടെ കൂടെ ആരൊക്കെ ചേരും? റഷ്യയുടെ കൂടെ ചേരുന്ന രാഷ്ട്രങ്ങൾ. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ വിഷയത്തിൽ ലോകം കണ്ടു. എസെക്കിയേൽ പ്രവചനം 38-ന്റെ 5-6 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ. എസെക്കിയേൽ 38:5-6. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ. അവന്മാരുടെ പേര് അഫ്ഗാനിസ്ഥാനും ഇറാനും. ഇന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു ഹമാസിനകത്ത് IS നുഴഞ്ഞു കയറി, അതുകൊണ്ട് മനുഷ്യന്റെ കഴുത്തറത്തേന്ന്. തമിഴ് ബൈബിൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് നാൾക്കളിലെ എത്യോപ്യ, അത് കഴിഞ്ഞ് ലിബിയ രാജ്യം. അടുത്തത് ഗോമേർ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനകത്ത് നിന്ന് ഒരുത്തം മതിലിയാടും. എന്താ യൂറോപ്യൻ യൂണിയൻ? യൂറോപ്യൻ യൂണിയൻ 12 രാഷ്ട്രങ്ങളാണ്. 30 പേർ അതിലോകത്തുണ്ട്. 30 പേർക്ക് വോട്ടവകാശമില്ല. 12 പേർ ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഈ 12 രാജ്യങ്ങളിൽ 12 എണ്ണത്തിന് ഇപ്പൊ ബ്രിട്ടനിലെത്തിയില്ലേ, UK ഈ കാട്ടാക്കട കിടക്കുന്ന എത്ര പെങ്കൊച്ചുങ്ങൾ ഇന്ന് UK മമ്മി ഞാനിപ്പോ ബർമിംഗ്ഹാം കൊട്ടാരത്തിന്റെ അവിടെ നിൽക്കുക. ഡാഡി ഞാനിപ്പോൾ ലേറ്റണിൽ നിൽക്കുക. പയ്യൻ വിളിക്കുന്നത് ഞാനിപ്പോൾ ലിവർപൂളിൽ നിൽക്കുക. ഒരു മോള് വിളിക്കുന്നത് ഞാൻ മാഞ്ചസ്റ്ററിൽ നിൽക്കുക. മറ്റവൻ വിളിക്കുന്നത് ഡബ്ലിനിൽ നിൽക്കുക. മറ്റവൻ വിളിക്കുന്നത് ബെൽഫാസ്റ്റിൽ നിൽക്കുക. പണ്ട് ഞങ്ങൾ ഈ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച ഇന്ന് പിള്ളേർ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. കാലം മാറിയില്ലേ? ഈ അടുത്ത സമയത്ത് ആറയൂർ ഈ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ആറയൂർ പൊൻവിള ഞാൻ കൺവെൻഷൻ ഞാൻ നോക്കിയില്ല. പാസ്റ്റർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ ഓർമ്മ എവിടെ കിട്ടാൻ, എല്ലായിടത്തും പോകുന്നത് എങ്ങനെ ഓർമ്മ? ആറയൂർ കൺവെൻഷനിൽ പ്രാർത്ഥിച്ച മോനാ ഞാൻ ചോദിച്ചപ്പോൾ എവിടുന്നാ വിളിക്കുന്നത്? പൗലോസ് പോയൊരു ദ്വീപ് അറിയാമോ? ഞാൻ ചോദിച്ചു മെലീത്ത ദ്വീപാണോ? പാസ്റ്റർ അത് മെലീത്തയാ, പക്ഷേ ഞാനിപ്പോൾ മാൾട്ടാ ദ്വീപിലാണ് നിൽക്കുന്നത്. ഞാൻ ചോദിച്ച തട്ടുകട ഇടാൻ പരിപാടിയാണെന്ന്. അപ്പോൾ പറയാം കമ്പനിയുടെ അക്കൗണ്ടൻ്റ് ആണ് മാൾട്ടാ ദ്വീപ്. സ്വോത്രം. പണ്ട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ആറയൂക്കാരൻ മാൾട്ടാ ദ്വീപിൽ ചെന്നിട്ട് കട്ടൻ ചായ അടിക്കുന്നു. സ്വോത്രം. എത്ര നല്ല കാലം നോക്ക്. എല്ലാ ലോകരാജ്യങ്ങളിലും ഒരു പേപ്പർ പോവും. ജർമ്മനിയാന്നോ ഏതോ ഒരുവനൂടെ പോയാൽ
12-ൽ 1 പോയി ബ്രിട്ടൻ, ഒന്നുകൂടെ പോയാൽ 11 പോയാൽ പിന്നെ 10. ഇവിടെ വരാൻ പോകുന്നു വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകൾ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു. ആന്റി ക്രൈസ്റ്റ്, അന്തിക്രിസ്തു. അതിൻ്റെ കാൽ കരടിയുടെ കാൽ. ഇന്നത്തെ തലയെ മുണ്ടിടാത്ത പെങ്കുച്ചുങ്ങളെ തല വെട്ടുന്ന കൊല്ലുന്ന ഇറാൻ. അതിൻ്റെ വായു പോലെ പായുന്നൊരു മൃഗം. അതിൻ്റെ പ്രത്യേകത ഇന്ന് രാത്രി കേൾക്കണം. മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനം കൊടുത്തു. 12-ൽ 1 പോയി അമ്മമ്മേ അച്ചായ, ഇനി ഒന്നുകൂടെ പോയാൽ 10 കൊമ്പ് വരാൻ പോന്നു. എന്നാൽ അതിനു മുമ്പ് ഞങ്ങളുടെ നാഥൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് രാത്രി വചനത്തിന്റെ നിവർത്തി. അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ ഗോമേരും, അത് കഴിഞ്ഞ് വടക്കേ അറ്റത്തെ രാജ്യങ്ങൾ. സൗദി അറേബ്യ കണ്ടില്ലേ? ഇന്നലത്തെ TV വെച്ച് നോക്കണം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിച്ചു ഹമാസിന്റെ വിഷയത്തിൽ. കണ്ടില്ലേ? അവരെല്ലാം ആർക്കെതിരെ വരും? ഇസ്രായേലിനെതിരെ വരാൻ പോവാ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. അതിന്റെ അപ്പുറത്ത് വായിക്കാം. വടക്കേ അറ്റത്തുള്ള തോകർമാഗ്രഹം. ഏതാ തോകർമാഗ്രഹം? അതാ ഇന്നത്തെ തുർക്കിയുടെ പ്രസിഡന്റ് രജബ് തൊയ്യിബ് എർദോഗൻ. അവനും എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും അതാ ഇന്നത്തെ ഹമാസിന്റെ വിഷയത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആരോട് ചേർന്ന് നിൽക്കുന്നു? സൗദി, അത് കഴിഞ്ഞിട്ട് ഇറാൻ, അത് കഴിഞ്ഞിട്ട് ഇറാഖ്, റഷ്യ, ചൈന. ഇതെല്ലാം ഒരു ചേരിയിലായി. കണ്ടില്ലേ? ഇന്നലെ അതാ സൗദി അറേബ്യയിൽ കണ്ട അറബ് ലീഗ്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു. തുർക്കിയിലെ തൊയ്യിബ് എർദോഗൻ ആരാ? യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് തുർക്കിയിലെ തൊയ്യിബ് എർദോഗൻ. ഹാഗിയ സോഫിയ രണ്ടാമത് പള്ളി പിടിക്കാൻ പോയപ്പോൾ തുർക്കിക്കകത്ത് ഭൂകമ്പം വന്ന് സമാധാനപ്പെട്ടിരിക്കുന്നു. മോഡി സാർ ലീഡറായ ഒരു ഉച്ചകോടിയുണ്ട്, ഷാങ്കായ് ഉച്ചകോടി. ഷാങ്കായ് ഉച്ചകോടിയിൽ 4 നേതാക്കൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ലോകരാജ്യങ്ങൾ കണ്ടു. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അടുത്തത് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, 3 അറബ് ലീഗിന്റെ തൊയ്യിബ് എർദോഗൻ, 4 വേറൊരുവൻ ഇവിടെ നിന്നു. അവൻ്റെ പേര് ഇറാന്റെ പ്രസിഡന്റ് അഹമ്മദ് അൽ സൈദി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അഹമ്മദ് അൽ റൈസി പറഞ്ഞു, ഒരു യുദ്ധത്തിന് വേണ്ടി കൊതിക്കുന്ന കാലം ഇവിടെ വരാറായി. എന്നാൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, സംഭവിക്കാനുള്ളത് തന്നെ. അങ്ങനെയെങ്കിൽ ഇസ്രയേലിൻ്റെ കൂടെ ആര് വരും? കേട്ടോണേ, എസെക്കിയേൽ പ്രവചനം 38, 13, 14 വാക്യങ്ങൾ. ഇസ്രയേലിന്റെ കൂടെ ആര് വരും ഈ യുദ്ധത്തിൽ? എസെക്കിയേൽ പ്രവചനം യമൻ രാജ്യം, സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന ഹൂത്തി വിമതര ഇന്നത്തെ യമൻ രാജ്യം. അവിടാണ് സൗദിയ ഏറ്റവും വലിയ എണ്ണ കമ്പനി അരംകോ. അങ്ങനെയെങ്കിൽ അതിനകത്ത് ഇനി അവന്മാർ മിസൈൽ അടിച്ച എണ്ണ വിപണി തീരും. അതുകൊണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഇസ്രായേൽ ഗാസയൊക്കെ ഇപ്പം തീരും. യമൻ്റെ മണ്ടയ്ക്ക് സൗദി അറേബ്യ അടിച്ചൊതുക്കി അവൻ്റെ കയ്യിൽ കൊണ്ടുവരും. അമേരിക്ക സപ്പോർട്ട് ചെയ്യും യമൻ. അടുത്തത് വായിച്ചോട്ടെ. ദദാന, ഏഡൻ രാജ്യം ആഫ്രിക്കയിൽ. അതിലെ നേരെ ഈജിപ്റ്റ്, ചൈനയുടെ സിൽക്ക് പാത. നാളെ പ്രസംഗിക്കാം, കേട്ടോടെ. ദദാനും. അടുത്തത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 5 രാജ്യങ്ങൾ. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ബ്രിട്ടൻ, 5 ഫ്രാൻസ്. ഇത് നിങ്ങളുടെ പത്രത്തിൽ കണ്ടു. ഇസ്രയേൽ ഗാസയ്ക്കകത്ത് ആക്രമണം തുടങ്ങിയപ്പോൾ 3 നേതാക്കന്മാർ ഇസ്രായേലിൽ ഇറങ്ങിച്ചെന്നു. കരമുയർത്തിയാട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ, 2 ബ്രിട്ടന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ ഈ ബ്രിട്ടന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഋഷി സുനക്, 3 കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ആസ്ട്രേലിയക്കാരൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇച്ചിരി ഡെങ്കിപ്പനിയായിട്ട് കിടക്കുക, എന്നാലും 4 കപ്പൽ അങ്ങോട്ട് വിട്ടേക്കാന്ന്. കണ്ടില്ലേ? ഇംഗ്ലീഷ് രാഷ്ട്രങ്ങളെല്ലാം ആർക്ക് സൈഡ്? ഉക്രൈനും. അതിനുശേഷം ആരാണെന്നറിയാമോ?
ദാ ഇസ്രയേലിന് സൈഡ്. ലോകം രണ്ട് ചേരിയിലായില്ലേ മക്കളെ? കരമുയരുന്നില്ലല്ലോ. നാം പ്രതീക്ഷിച്ചതിനേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇന്ന് രാത്രി തലേക്കോണമേ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കും. പ്രവചനങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും നിവർത്തിയാവുന്നു. മഹത്വവാനായ കർത്താവ് ഈ തലമുറ വരാൻ പോകുന്നു. അടുത്ത വാക്ക് അവരോട് കൂടെ വായിച്ചാട്ട് മക്കളെ. അടുത്ത വാക്ക്, അതിലെ സകല ബാലസിംഹങ്ങളും. ബാലസിംഹങ്ങൾ ഇസ്രായേലിനോട്. ആരാ ബാലസിംഹങ്ങൾ? ബാലസിംഹങ്ങൾ ആരൊക്കെയാണെന്നറിയാമോ? 1 തൈവാൻ, 2 ജപ്പാൻ, വേറൊരു കൊറിയ, അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ ഇപ്പം ആരുടെ സൈഡാ? ഇസ്രായേലിന് സൈഡായി. കാര്യം റെഡിയായത് കണ്ടില്ലേ? ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ 7:30 വിളിച്ചത്. ജർമ്മനിയുടെ ചാൻസലറല്ല വിളിച്ചത്, ഫ്രാൻസിന്റെ പ്രസിഡന്റ് അല്ല വിളിച്ചത്, ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വിളിച്ചതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഇസ്രയേലിനൊപ്പം കരമുയർത്തുന്നവർക്കായി, ടെലിവിഷനിൽ വാർത്ത കണ്ടവർക്കായി. മോഡി സാർ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കൂടെയുണ്ട്. കണ്ടോ എത്ര ക്ലിയർ? ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇന്ത്യയും ഇസ്രയേലും ഒരുമിക്ക്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാമോ? 2009-10 ധനുവച്ചപുരത്ത് കൊല്ലായിൽ ലൂതറിന്റെ കൺവെൻഷനായി. എല്ലാവരും റോഡിൽ ഉറപ്പോടി ചോദിച്ചു, എന്താ ഇത് പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു, ഇന്ത്യ ഇസ്രയേലുമായിട്ട് ഒരുമിക്കണമെങ്കിൽ ഇവിടെ BJP വന്നേ മതിയാകൂ. സ്വോത്രം. അന്ന് ഞാൻ പറഞ്ഞു, പ്രതിന് ഇവിടെ ഇരിപ്പുണ്ട്. പരിശ്രമിക്കൽ ലവാർമിയിൽ ഞാൻ പ്രസംഗിച്ച കാസറ്റ് ഇവിടെ കാട്ടാക്കട ബ്ലസി ബുക്ക് സ്റ്റാളിൽ കിടപ്പുണ്ട്, പോയാൽ മതി. 2012 ഞാൻ അവിടെ പ്രസംഗിച്ചു. അന്തിമ യുദ്ധം നടക്കുമ്പോൾ ഇസ്രയേലിന് സപ്പോർട്ട് ഇന്ത്യ വരണം. അതുകൊണ്ട് എന്താ കാര്യം ചെയ്തതെന്നറിയാമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ടില്ലയോ? കഴിഞ്ഞ ദിവസം മന്ത്രി S. ജയശങ്കർ അവർ രണ്ടുപേരും പറഞ്ഞ കാര്യമുണ്ട്, പാലസ്തീന് സഹായമൊക്കെ കൊടുക്കാം, പക്ഷേ ഹമാസിനെ അടിച്ചൊതുക്കാൻ ഞങ്ങൾ എല്ലാ പിന്തുണയും തരാം. ഇന്ത്യ, നിങ്ങളുടെ പത്രവാർത്തയെ കണ്ടില്ലേ? ഡബിൾ പ്ലേ. എന്നിട്ട് ഇന്ന് ഇന്ത്യ വീണ്ടും ഒരു ചലനം ചലിച്ചു. ഇന്ന് ഇസ്രയേലിനോട് പല പ്രാവശ്യവും പറഞ്ഞു അടി നിർത്താൻ പറഞ്ഞിട്ട് ഇസ്രയേൽ അടി നിർത്തിയില്ല. അതുകൊണ്ട് ഇന്ത്യ ഒരു ഡബിൾ പ്ലേ കളിച്ചു. ഇന്നലെ പോയി ഇസ്രയേലിനെതിരെ വോട്ട് ചെയ്തു അടി നിർത്താൻ വേണ്ടി. അതൊരു നമ്പരാ കേട്ടോ, ലോകരാജ്യങ്ങളെ വെറുപ്പിക്കാതിരിക്കാനുള്ള ഒരു നമ്പരാ. ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നായകമായി മറ്റേ രാജ്നാഥ് സിംഗ് അല്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യയെ നിയന്ത്രിക്കുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അദ്ദേഹമാണ് ഇന്ത്യയുടെ സകല കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹം ഇന്നാൾ കടക്കൂട്ടത്തൊരു പാലത്തെ കയറി പാലം നോക്കാൻ വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നേതാക്കാരെല്ലാം ഞെട്ടിപ്പോയി. നമ്മുടെ കടകംപള്ളി ചേട്ടൻ ചോദിച്ചു, എതുക്കയ്യാ ഇങ്ങ വന്നിരിക്കുന്നത്? ശശി തരൂരും ചോദിച്ചു, എതുക്കെന്താ വന്നിരിക്കുന്നത്? കാര്യം എന്താ പറയുക? അങ്ങാര് കയറി തിരുവനന്തപുരത്ത് മത്സരിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ചോദിച്ചത്. സ്വോത്രം. അതൊന്നും നോക്കാനല്ല. വിമാനത്തിനകത്ത് ഫുൾ ടൈം യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വിലപ്പെട്ട വ്യക്തിയായ S. ജയശങ്കർ. അതുകൊണ്ട് ഇസ്രയേൽ പലസ്തീൻ സംഘടന നടന്നപ്പോൾ ആരോടും ചോദിക്കാതെ 4 വിമാനം ടെല്ലവീവിലോട്ട് കൊണ്ടിറക്കി. പിള്ളേരോട് പറഞ്ഞ് ധൈര്യമായിട്ട് കയറിക്കോളാം. സ്വോത്രം. ഒറ്റ രാജ്യങ്ങളോട് ചോദിക്കാതെ കൊണ്ടിറക്കിയ തൻ്റെ ഇടമാ അദ്ദേഹമായി ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെയോ പറയുന്ന കേട്ടു, മോഡി സാർ പറഞ്ഞാൽ യുദ്ധം തീരുമെന്ന്. ഞാനത് കേട്ടിട്ട് ചിരിച്ച്. യേശു പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, പിന്നെ മോഡി സാറ് പറഞ്ഞാൽ കേൾക്കുന്നത്. നിറച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ. അതുകൊണ്ടാണ് ഇന്ത്യയായിട്ട് ഇത്രയും കമ്പനി. എന്നിട്ട് അടുത്ത വാക്ക്, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്ന ജാതി ആക്രമണമല്ല. അടുത്ത വാക്ക് വായിച്ചട്ടെ, അവർ കൊള്ളയിടുവാനോ വന്നത്, നീ കൊള്ളയിടുവാനോ. അടുത്തത്, കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും. കിടക്കുന്ന റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്ന ജാതി ആക്രമണമല്ല. ഇന്ന് സാമ്പത്തിക രംഗം തകർന്നു. അവരുടെ ബാങ്കിലിട്ട പൈസ കേരളത്തിലെ സപ്ലൈകോയ്ക്കാലും കഷ്ടമായിട്ട് ഇന്ന് ആര് മാറിയെന്നറിയാമോ? റഷ്യ. അതുകൊണ്ട് വൻകിട കമ്പനികൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. ഹോണ്ടയുടെ കാർ പ്ലാന്റ് 23,000 കോടിയുടെ കാർ പ്ലാന്റ് റഷ്യ വരായിരുന്നത്. ഈ യുദ്ധം ഉണ്ടായതോട് ഹോണ്ടക്കാർ എവിടെ വന്ന് കേരളത്തിൽ വന്നില്ല, തമിഴ്നാട്ടിൽ പോയി. സന്തോഷമില്ലല്ലോ. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പറഞ്ഞു, വാങ്ക അയ്യാ ഭൂമി ഇറുക്കത് ഒക്കാറം കയ്യാന്ന്. സ്വോത്രം. സ്റ്റാലിൻ കയ്യോടെ വിളിച്ചെന്ന് 23,000 കോടിയുടെ കാർ പ്ലാന്റ് തമിഴ്നാട്. 2 ലക്ഷം പേർക്ക് ജോലി കിട്ടാൻ പോവുക. സ്വോത്രം. അതിൻ്റെ അർത്ഥം 100 വർഷത്തെ പാട്ടം കറണ്ട് വെള്ളവും പകുതി കൊടുത്ത് കേരളത്തിൽ വരും.
അത് കണ്ടിട്ട് നമ്മുടെ കേരളക്കാരിപ്പം നോക്കുക, പാറശാല, പളുകൽ, നെടുവാൻവിള അവിടെയൊക്കെ എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമെന്ന് ഒരു 500 എണ്ണം തമിഴ്നാട്ടിൽ പോയിട്ട് ഇപ്പുറത്ത് തുറന്ന് കാശാക്കാം. സ്വോത്രം കണ്ടില്ലയോ? ഇതെല്ലാം തമിഴ്നാട്ടിൽ പോയി. ആദിമകാലത്ത് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ ഈ തമിഴ്നാട്ടിൽ എവിടെയൊക്കെ പോയെന്ന് പറയാം, ചെങ്കോട്ട, തെങ്കാശി, സുരണ്ടൈ, ശങ്കരൻ കോവിൽ, ആലങ്കുളം. അത് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല, അവിടെ കുറേ സ്ഥലത്ത് പോയി. ആ CSI അന്ന് കൊണ്ടുപോയത്. അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു വികസനവും ഇല്ല. 4-5 വയലും കുറെ കാറ്റാടി ഇങ്ങനെ ഞങ്ങളുടെ സകല കമ്പനികളെ തമിഴൻ കയ്യിലാക്കി കഴിഞ്ഞു. സ്വോത്രം. അതുകൊണ്ട് അവിടെ പെൻഷനും പ്രശ്നമില്ല, കേന്ദ്രം കൊടുത്തില്ലെങ്കിലും വിഷയമില്ല, അവൻ്റെ ഇഷ്ടം പോലെ കാശിരിക്കുന്നു. സ്വോത്രം. കണ്ടോ? തമിഴൻ പഴയ സ്റ്റൈലൊക്കെ മാറി. അവിടെ ചെല്ലണോ, അരുമയാന പുതു കെട്ടിടങ്ങളെ ഇപ്പം പടിഞ്ഞിട്ടേക്കുന്നത് എല്ലാ കമ്പനിയും തമിഴ്നാട്ടിൽ. കണ്ടോണേ. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക, കവർച്ച ഇടുവാനോ കൊള്ളയിടുവാനോ. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഇന്ന് ഇസ്രയേലിലുണ്ട്. ഒന്നാമത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉള്ളത് ഖത്തറിലല്ല, അവിടെ കിടപ്പുണ്ട് ഗ്യാസ്. 1. രണ്ടാമത്തെ കാര്യം, ഇന്ന് റഷ്യയുടെ ആണവ പ്ലാന്റ് ഒന്ന് വല്ലാതിരിക്കുക. ആ ആണവ പ്ലാന്റിനകത്ത് ചാർജ് ചെയ്യണമെങ്കിൽ 4 ധാതുലവം വേണം. എവിടെ കിടപ്പുണ്ട്? ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയൊരു കടലുണ്ട്, ചാവുകടൽ. അവിടെ കിടപ്പുണ്ട് ധാതുലവണം. തീർന്നില്ല. 3ാമത്തെ കാര്യം കേട്ടോണേ മക്കളെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണയുള്ള സൗദിയല്ല, അത് കഴിഞ്ഞിട്ട് അമേരിക്കയല്ല, യൂറോപ്പല്ല. എണ്ണ ഏറ്റവും കൂടുതലുള്ള 33:24 ബൈബിൾ പ്രവചനം വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 33:24 വായിച്ചാട്ടെ മക്കളെ. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത് വായിക്കാം. ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്ത വാക്ക്, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അടുത്ത വാക്ക്, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. അവന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. എണ്ണ കിടപ്പുണ്ട്. സ്വോത്രം. ഇന്ന് ഇസ്രായേലിന്റെ പർവ്വതനിര, അതിന് യാഭ, അതിനോട് ചേർന്ന് കടല, അവിടെ 2 എണ്ണ കിണറിന്നേ ഇസ്രായേൽ എണ്ണ എടുത്തിട്ടുള്ളു. ആ കിണറിന്റെ പേര് ലവ്യാദാൻ, താമാർ. ഇനി അവിടെ എണ്ണ കിടപ്പുണ്ട്. ഇത് റഷ്യക്ക് അറിയാം. അതുകൊണ്ട് അന്തിമ ദിനത്തിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. 1 ഗ്യാസ്, 2 ധാതുലവണം, 3 എണ്ണ. നമ്മുടെ നാടൻ ഭാഷ അമ്പൂരിലെ തോമാച്ചാൻ. 1 റബ്ബർ, വില സ്വോത്രം. അതുപോലെ ഈ 3 കാര്യം കിട്ടാൻ വേണ്ടിയ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. ഇന്ന് രാത്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഹല്ലേലൂയ ഒരു യുദ്ധം ആരംഭിക്കും. ഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ ബസ്സിനകത്ത് പാകിസ്ഥാനിലെ കോൺസുലേറ്റുമാരെ വാഗാതിർത്തി കൊണ്ടുപോകും. പ്ലെയിനകത്തല്ല, അവരവിടെ കൊണ്ട് ബസ് അവിടെ ഇട്ടിരിക്കുമ്പോൾ രണ്ടുപേരും പറയും, നമ്മുടെ ആളുകൾ എത്തിയോ, ഗേറ്റ് തുറക്കും. പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് മേടിക്കും. ക്ലിയർ. പാസ്പോർട്ട് നോക്കും, ഗേറ്റ് അടയ്ക്കും, കൊടി താഴ്ത്തും. 8 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടി ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി വാഗാതിർത്തിയിൽ ബസ്സിനകത്ത് വരുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗേറ്റ് അടയ്ക്കുന്നത് പോലെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കാൻ പോകുന്നു. അതിന്റെ പേരാ യാഗങ്ങൾ. പതിനായിരം പേര് സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി കുരുതങ്കോടെ ഹല്ലേലൂയ തലേക്കോണമേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിപ്പാനുള്ളത്
ഇതെല്ലാം ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന ഈറ്റുനോവിന്റെ ആരംഭം. ഇന്ന് രാത്രി വചനം കേട്ട് മടങ്ങി വാ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? പഴയ നിയമത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു, അവന്റെ പേരാ ശൗൽ. നല്ല രാജാവായിരുന്നു. കഴുത അന്വേഷിച്ച് പോയവനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദിന് നേരെ കുന്തമറിഞ്ഞ് അവസാനം ഒരു മകനും ഉണ്ടായിരുന്നു, യോനാഥാൻ. അവന്റെ പ്രത്യേകത എന്തായിരുന്നു? അപ്പന്റെ പാരമ്പര്യത്തിനകത്ത് നിന്ന് ഗിൽബോറ പർവ്വതനിരയിൽ ഒരു യുദ്ധം നടക്കുന്നു. യുദ്ധം നടക്കുമ്പോൾ അപ്പനും മകനുമായി യാത്രയാകുന്നു. പാവപ്പെട്ട പിഞ്ചുബാലന് ഹല്ലേലൂയ പടയാളികൾ കൊല്ലുമ്പോൾ ശൗൽ കുന്തമറിഞ്ഞ കുന്തം അവന്റെ കയ്യിലുണ്ട്. അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്ന് യോനാഥാൻ എന്ന് പറയുന്ന പൈതൽ അവിടെ പട്ടുപോയി. ഇന്ന് രാത്രി കേൾക്കണം, അവിടെ ഒരു പൈതൽ പാരമ്പര്യത്തിൽ നിന്നപ്പോൾ പോയി. എന്നാൽ 2 കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്താം. പള്ളിക്കെതിരെ ഭയങ്കര പോരാട്ടം. ആരൊക്കെയാ? ദാദാൻ, അബീരാം, കോരകിന്റെ മക്കൾ പറഞ്ഞു, അപ്പച്ചോ ചർച്ചിന് നേരെ വഴക്കുണ്ടാക്കാൻ നിൽക്കല, അടി വരാൻ പോവാ. കുഞ്ഞുങ്ങളോട് അപ്പന്മാർ ചൂടായി. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ കൂട്ടത്തിലില്ല, പള്ളിക്കെതിരെ വഴക്കിനുമില്ല. വചനത്തെ മറന്ന് അവരവിടെ തീർന്നു. ആ കുഞ്ഞുങ്ങളെ മലയാളത്തിൽ നല്ലൊരു ഭാഷ ഞാൻ വിളിക്കാറുണ്ട്, കൊണപ്പെടാത്ത അപ്പൻ്റെ കോണം പിടിച്ച മക്കൾ. സ്വോത്രം. ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അപ്പൻ്റെ കൂട്ടത്തിലില്ല. കാട്ടാക്കടയോ പ്ലാവൂരോ കുരുതങ്കോടോ ഞങ്ങളെ ചർച്ച് കേൽസിയിലും വേണ്ടിയല്ല, വാതിക്കൽ നിന്നൊരു ഹല്ലേലൂയ പാടുവാ, ഞങ്ങളോട് ദൈവം കരുണ കാണിക്കണമേ. കോരകപുത്രന്മാരെ കൊണ്ട് സങ്കീർത്തനം സ്വർഗത്തിലെ ദൈവം എഴുതി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, അവൻ പാട്ടുപോയി. എന്നാൽ കോരകന്റെ കുഞ്ഞുങ്ങൾ പാരമ്പര്യത്തെ വിട്ട് വചനത്തോട് ചേർന്ന് നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ നാവിനകത്ത് സങ്കീർത്തനം എഴുതുവാൻ കൃപ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾ പറയണം, ഇവിടെ പട്ടുപോകാനല്ല, നിത്യതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഫലവുമായി നാഥന്റെ കരം വെളിപ്പെട്ടു വരും. എത്ര പേർക്ക് ഈ രാത്രി വചനമേറ്റെടുക്കുവാൻ കഴിയുക? ബാക്കി ഭാഗങ്ങൾ നാളെയിലേക്ക് പോകുമ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. മത്തായി 7:24-25 വായിച്ചാട്ട് മക്കളെ. ആകയാൽ കൺവെൻഷൻ ആദ്യ രാത്രി, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അടുത്ത വാക്ക്, അത് പാറമേൽ അടിസ്ഥാനമുള്ള ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന് കൊടിഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയെങ്കിൽ, വചനത്താൽ അടിസ്ഥാനമിട്ട് ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന സഭയാകുന്ന മണവാട്ടിയെ ചേർക്കാൻ യേശു വരാറായി. ഈ പെരുമഴകളും കൊടുങ്കാറ്റും അടിച്ചാലും ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം വീണു പോയില്ല. എന്നാൽ കുരുതങ്കോട് 2ാമതൊരു ഭവനമുണ്ട്. കൺവെൻഷൻ കേട്ട് മാനസാന്തരപ്പെടാത്ത കൂട്ടം. എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും. കഴിഞ്ഞ വർഷവും കൺവെൻഷൻ കേട്ടിട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയില്ല. ഈ വർഷം ഒരു ചാൻസ് കൊണ്ടുവരുന്നിരിക്കുക. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാത്തവൻ മണലിന്മേൽ, വായിച്ചാട്ട്, മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. സഹോദരാ, മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ക്രിസ്തുവാകുന്ന പാറമേൽ പണിഞ്ഞ വീട് പ്രതിസന്ധിയുടെ നിലവിൽ നിൽക്കും. വചനം കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മദ്യപാന വ്യവസ്ഥയിൽ പോയിക്കൊണ്ട് നാളെ എന്തെന്ന ആകുലതയില്ലാതെ ജീവിക്കുന്ന സഹോദര, നിന്റെ വീട് വീഴാൻ കാലമായി. ഇന്ന് രാത്രി രക്ഷയുടെ വാതിലുകൾ തുറന്നു കിടക്കുക. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും. എന്നാൽ മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചു
പാമരന്റെ ദൈവം, ദരിദ്രന്റെ ദൈവം, തൊഴിലാളിയുടെ ദൈവം, മുതലാളിയുടെ ദൈവം ഒന്നുമല്ല. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുക. ഈ റോഡിനകത്തോ വീട്ടിനകത്തോ തലക്കോണത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിലേക്ക് കാണുന്നത് വരണ്ട. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ബ്രദർ, സിസ്റ്റർ, ആർ യു ഹെയർ ദ വോയിസ് ഇൻ ദ ഫസ്റ്റ് ഡേ? ആർ യു സിറ്റിംഗ് യുവർ സിറ്റ് ഹൗസ്? അതർവൈസ് യുവർ ഹോൾ, എനി വെഹിക്കിൾ, the words are going last 2 hours into the words go to your heart. ഇന്ന് രാത്രി വേണ്ടി കാൽവറിയിൽ നാഥൻ പരമയാഗമായെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് അവന്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവസാനിപ്പിക്കാം. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. ഇന്ന് രാത്രി കേട്ടോണേ, ഗദസമന ചുംബനത്തിന്റെ മുദ്ര, ഗബദ തകർക്ക ഒരു വലിയ യാത്ര. എന്താ യാത്രയുടെ പ്രത്യേകത? ക്രൂശിന്റെ വചനം എന്താ മനസ്സിലാക്കണം. ആ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ തൂക്കാൻ കൊണ്ട് ക്രൂശ് പച്ചപ്പൈൻ മരം, അതിനകത്ത് 2 ഭാഗം ലംബം തിരച്ചീനം. ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആരും അവന്റെ ക്രൂശ് ചുമക്കത്തില്ല. കൺവെൻഷന്റെ പ്രഥമ രാത്രി ഉച്ചയ്ക്ക് യഹൂദന്റെ വയലിൽ നിന്ന് 3 മണിക്ക് ഒരു പൊക്കം കുറഞ്ഞ കുറേനക്കാരനായ ശീമോൻ ശമ്പളം മേടിച്ചുകൊണ്ട് ചുട്ടിത്തോർത്തിനകത്ത് പൈസയായിട്ട് വരുന്നു. യഹൂദന്റെ പ്രമാണികൾ പറഞ്ഞു, എവൻ ചുമന്നോളൂ, എവൻ അവന്റെ പേരാ പെരിട്ടോണിയസ്. പെരിട്ടോണിയസിന്റെ ഒരു ചാട്ടവാർ ഉണ്ടായിരുന്നു. ആ ചാട്ടവാർ ഒറ്റ ചാട്ടവാർ, 2 പിരിവ്, 1 വാളച്ചുണ്ട, 2 ഈയക്കട്ട. യേശുവിന്റെ ശരീരം അടിച്ച് തകർത്ത ഈ വാളച്ചുണ്ടയും ഈയക്കട്ടയും ഇത് ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ കുറേനക്കാരനായ ശീമോൻ പേടിച്ചു പോയി. എൻ്റെ തലയിൽ വീഴും. സ്വോത്രം. അവൻ പേടിച്ചെന്തോ ഇത് യേശുവിന്റെ ക്രൂശ് എടുക്കുവാനിടയായി. എന്താ ക്രൂശിന്റെ പ്രത്യേകത? ലംബം തിരച്ചീനം, 6 അടി പൊക്കമുള്ള യേശു. കുറേനക്കാര ശീമോൻ 5 അടി പോലുമില്ല. അവന്റെ ശരീരത്തിലേക്ക് ക്രൂശിന്റെ അറ്റം പ്രിയ മകന്റെ ക്രൂശ് ചുമക്കുന്നത് ആരാ? വയലിൽ നിന്ന് പണി കഴിഞ്ഞ് ചുട്ടിത്തോർത്തുമായിട്ട് വന്നൊരു പാവപ്പെട്ട കുറേനക്കാരൻ. അപ്പൊ ചോദിച്ചൊരു കാര്യമുണ്ട്, അവന്റെ വീടൊന്ന് കാണിച്ചാട്ടെ. ഒരു ലൈവ് കാണിച്ചപ്പോൾ പ്ലാവൂരിൽ 4 സെന്റിനകത്ത് ഒരു അമ്മച്ചിയിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ തെങ്ങിന്റെ ചുവട്ടിനകത്ത് മണ്ണ് വാരി കളിക്കുന്നു. ഉടനെ സ്വർഗം പറഞ്ഞു, അയ്യോ, എൻ്റെ പ്രിയ മകന്റെ ക്രൂശ് ചുമന്നവന്റെ വീട്ടിന് ഒരു അനുഗ്രഹം കൊടുത്താട്ടെ. പേപ്പർ എടുക്കാൻ പറഞ്ഞു, ലൈവ് എഴുതിക്കോളാൻ പറഞ്ഞു. ക്രൂശ് ചുമന്നവന്റെ മകൻ ക്രൂശിന്റെ വചനം പ്രസംഗിക്കുക. ലോകത്തിന്റെ ക്രൂശ് ചുമന്നവന്റെ മകൻ ഇരിക്കട്ടെ. കരം ഉയർത്തിയാട്ട് സഹോദരി. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ക്രൂശ് ചുമന്നവന്റെ വചനമെടുക്കാൻ ആര്? രൂഫോസിന്. ക്രൂശിക്കാൻ ശിക്ഷ എഴുതിയ പീലാത്തോസിന്റെ കസേരയിൽ അലക്സാണ്ടറിന്റെ ദൈവം ഇരുത്തി. ഇന്ന് രാത്രി കരമുയരുന്നില്ല. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കൺവെൻഷൻ്റെ ആദ്യ രാത്രി കേട്ടോണേ, അന്ന് ഈ ക്രൂശീകരണം കഴിഞ്ഞ് കുറേനക്കാരനായ ശീമോൻ വീട്ടിൽ വന്നു. സഹോദരി വെച്ചപ്പോൾ ഒരു കുളിക്കാൻ പറഞ്ഞു. അച്ചായൻ ഒന്ന് കുളിച്ചിട്ട് സ്മെല്ല് മാറുന്നില്ല. സഹോദരി പറഞ്ഞു, വല്ലാത്ത മണമാണല്ലോ നിങ്ങളുടെ ശരീരത്തിനകത്ത്. നാടൻ ഭാഷ. 2ാമത് ഒരു ലൈഫ് ബോയോടെ കുടിച്ചു. അവിടെ പോയി കുളിച്ചു, വന്നിട്ട് മണം മാറിയില്ല. 3ാമത് വീണ്ടും കുളിച്ചിട്ട് വന്ന് കുറേനക്കാരനായ ശീമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരി, നീ എത്ര ലൈഫ് ബോയ് തന്നാലും ഈ മണം മാറത്തില്ല. എന്നും എൻ്റെ ശരീരത്തിനകത്ത് വയലിലെ ചേറിൻ്റെ മണമാ. ഇന്ന് ആരുടെയോ അടി പേടിച്ചുകൊണ്ട് ഒരുവൻ്റെ ക്രൂശ് ഞാൻ ചുമന്നു. അവൻ്റെ രക്തം എൻ്റെ ശരീരത്തിൽ ദൈവമക്കൾക്കായി ഇന്ന് രാത്രി പറയണ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാ. എന്നാൽ നമുക്ക് രക്ഷിക്കപ്പെട്ട് നമുക്ക് ദൈവശക്തിയാ. ഇന്ന് രാത്രി വിളിച്ചു പറ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം എന്ന ക്രൂശിന്റെ രക്തം ആ കുടിലിനകത്തിറങ്ങിയോ തലമുറകളുടെ ഭാവി ദൈവം മാറ്റി എഴുതി. ഇന്ന് രാത്രി നമുക്ക് പുകഴാനുള്ളത് ഡോക്ടറേറ്റിലല്ല, നമുക്ക് പുകഴാനുള്ളത് PhD-യിലല്ല. ഇന്ന് രാത്രി പറയണം, ലോകത്തിന്റെ മിഷനറിയാക്കി മാറ്റി. അലക്സാണ്ടറിന് പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇരുത്തി. റോമിലെ കൺവെൻഷനിൽ ഒരു കാര്യം കേൾക്കണോ, അവിടെ പൗലോസ് പ്രസംഗിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി. ഒരമ്മച്ചി അവിടെ ഇരുന്നപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കും
കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിന്റെ അമ്മയ്ക്കും വന്ദനം. എത്ര പേർക്ക് കരമുയർത്താൻ കഴിയും? ഈ വചനം ഏറ്റെടുത്തവരുടെ തലമുറകൾ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുക. ആദ്യ രാത്രി പറ, ഇവൻ ലോകത്തിൽ മിഷണറി ആവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ? ഇന്ന് രാത്രി നീ വചനമെടുത്താൽ മതി. എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. സഹോദര സഹോദരി, ഞങ്ങൾ എന്തിനിങ്ങനെ പ്രസംഗിക്കുന്നു? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? എനിക്ക് വളരെ വ്യക്തിപരമായിട്ടറിയാവുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം 69-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് പോയി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നെന്നറിയാമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുവാൻ. ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് മുമ്പ് നിന്റെ നിത്യത എവിടെ? ഞങ്ങളുടെ പ്രത്യാശ ഒന്നേ ഉള്ളൂ. ഇന്ന് രാത്രി കുഴഞ്ഞു വീണാലും മരിച്ചാലും, കപ്പക്കാലയിൽ വീണാലും, എവിടെങ്കിലും നദിയിൽ വീണാലും, കോവിഡ് വന്നാലും, വൈറസ് വന്നാലും, ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. കല്ലറയ്ക്കപ്പുറത്ത് ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ വന്ന് ഗംഭീര നാദം മുഴക്കിയവൻ ഒരു വിടുവിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു വരാറായി. ആദ്യ രാത്രി ഇതുവരെ സിസ്റ്റർ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നവർ നാളെ എഴുന്നേറ്റെന്ന് പറയുവാൻ പറ്റൂ. ഇന്ന് ഞങ്ങൾ കാട്ടാക്കടയിൽ വന്നപ്പോൾ മിക്ക ദിവസവും യാത്ര ചെയ്യുന്നയാ. ഒരു കുഞ്ഞിനെ വണ്ടി ഇടിച്ചു, 18 വയസ്സെന്ന് പറയുന്നു. വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങി തിരിഞ്ഞതാ. വൈകിട്ട് ചേതനയേറ്റ ശരീരം ആശുപത്രിയിൽ. കാട്ടാക്കട മുഴുവൻ ഇളകിക്കിടക്കുന്ന കാഴ്ചയെ കണ്ട് നമുക്കും കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് സഹോദരങ്ങളുണ്ട്. എത്ര പ്രാവശ്യം വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. നിന്റെ വാഹനത്തിൻ്റെ മഹത്വമല്ല, നീ യാത്ര ചെയ്ത ബസ് മരമാ നിന്നെ നടത്തിയതെങ്കിൽ ഇന്ന് രാത്രി അന്ത്യം വരെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരാൻ കാലമായി. എല്ലാവരും എഴുന്നേറ്റാട്ടെ. അല്പസമയം കരങ്ങളെ അടിച്ചുകൊണ്ട് ഇന്ന് രാത്രി, ആദ്യ രാത്രി എല്ലാ കരങ്ങളും അടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. രീക ചാനക ബൗദ്ധ മനാഥന വന്തൽ കമന. എല്ലാവരും രാജാതി രാജാവും കർത്താതി കർത്താവുമായി, യേശൂരിൻ്റെ ദൈവമായി നമ്മുടെ കർത്താവ് വരാറായി. നാളെ അധികം പേര് വരും ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ആരാധിക്കാം. എല്ലാ കരങ്ങളും അടിച്ച് യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ എല്ലാ കാര്യങ്ങളും. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. രാജാതി രാജാവ് അവൻ മാത്രം, അവൻ മാത്രം. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവൻ അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. പാറയെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകാൻ. പാറയെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം
എന്നും നടത്തും വഴി നടത്തും കാകുലങ്ങൾ ഇല്ലാതെ ശബ്ദമയെന്നും നടത്തും അവനാൽ ഒമേഗ അവനാദ്യം അവനാൽ ഒമേഗ അവനാദ്യം യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല ഒരു ദൈവമില്ല കാരാഗ്രഹത്തിലും പത്മോസിന്റീവിൽ ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവർ കാരാഗ്രഹത്തിലും പത്മോസിന്റീവിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവർ ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും അവനാൽ ഒമേഗ അവനാദ്യം യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ ഏകാരുടനായി വരും അവനാൽ ഒമേഗ അവനാദ്യം അവനാൽ ഒമേഗ അവനാദ്യം അവനാൽ ഒമേഗ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും നിന്നെ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടി കൂടെ നടക്കും കൂടെ വസിക്കും കണ്ടുള്ള കയ്യിൽ വരച്ച വട്ടിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോട്ട വർദ്ധിപ്പാനായിരം നാവുകൾ പോരാ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് 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 എല്ലാ ബന്ധനങ്ങൾ പോട്ടെ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ കൃപയാൽ
കൃപയാൽ ആദ്യ രാത്രി Yes, Lord. എല്ലാവരും വായിച്ചു കാണും ആ ഭാഗം. 5 മണ്ഡപങ്ങൾ, കുരുടർ, മുടന്തർ, കുഷ്ഠരോഗികൾ, സമൂഹം തള്ളിക്കളഞ്ഞവരെല്ലാം അവിടെ കിടക്കുക. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. 38 വർഷമായി ഒരുവനെ അവിടെ കൊണ്ട കിടത്തിയേക്ക. ആംബുലൻസ് മറന്നു, നാട്ടുകാർ മറന്നു, രക്തബന്ധങ്ങൾ മറന്നു. അവിടെ ഇറങ്ങാൻ അവനെ സഹായിക്കാൻ ആരുമില്ല. ലോകത്തിന്റെ വയസ്സാ 38. അവന്റെ പ്രായം എത്രയാണെന്ന് അറിയത്തില്ല. ലാസ്റ്റ് 38 years adorned that the valley of Bethesda. അപ്പൊ എവിടെ കിടക്ക? സ്വോത്രം. യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി, നിന്റെ രോഗം എത്ര വലുതായാലും, നിന്റെ ഭാരം എത്ര വലുതായാലും, ഇന്ന് രാത്രി എൻ്റെ നാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. 38 വർഷം കുളക്കടവിൽ കട എൻ്റെ കുടുംബത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റി ഏത് കടവിൽ നിന്നും എഴുന്നേൽപ്പിച്ച് എൻ്റെ വഴി നടത്തുവാൻ അവൻ്റെ കരം ഈ ആദ്യ രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. ഒരു മഴയില്ല, കാറ്റില്ല, ആയിരങ്ങളില്ല, എന്നാൽ സമർപ്പണത്തിൻ്റെ ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി സ്വർഗം കാണുന്നു. സഹോദരി, ആ രോഗം ഇന്നിനി വരത്തില്ല. ഇന്ന് രാത്രി പറ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി വരികയില്ല. ആ കഷ്ടം വരികയില്ല. കുഞ്ഞുങ്ങളോട് ചേർന്ന് വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. എൻ ചാരവേ ഞാൻ കാണും സ്നേഹ ലോകസംഗികളെല്ലാരും മാറിപ്പോയാലും നാട്ടുകാർ വീട്ടുകാർ മാറും മക്കളെ. എൻ രക്ഷകനായ ദൈവമേ, നീ അല്ലാതില്ലാരും യേശുമാ കേതു നേരത്തും ക്ഷീണിതാ യേശുമാ കേതു നേരത്തും ഒരിക്കൽ കൂടി എൻ രക്ഷക, രക്ഷകായ ദൈവമേ, നീ അല്ലാതില്ലാരും യേശുമാ മതി.